1989 ബെർലിനിലെ ഒരു വെളുപ്പാങ്കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ഉറക്കക്കുപ്പായത്തിൽ എന്തിനോ പേടിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അയാളങ്ങനെ ഓടിപ്പോയി നഗരത്തിന്റെ ഏതോ ഒരു മൂലയിൽ കിതച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ബെൻസ് കാർ വന്ന് അയാളെ ഇടിച്ചിടുന്നു. ഇയാളുടെ പേരാണ് ഗ്യാസ്ഗോയിൻ. ബ്രിട്ടീഷ് ചാരസംഘടനയായ MI6 ബെർലിനിലെ ഒരു ഏജന്റാണ് ഇയാൾ. ഇടിച്ചിട്ട ആ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുടെ പേരാണ് യൂറി ബക്തിൻ അല്ലെങ്കിൽ ബക്തിൻ. സോവിയറ്റ് യൂണിയന്റെ ചാരസംഘടനയായ KGBയുടെ ഒരു വിമത ഏജന്റാണ് ഈ ബക്തിൻ. അങ്ങനെ അയാൾ അടുത്തേക്ക് വരുമ്പോ ഈ ഇടികൊണ്ട് കിടക്കുന്ന MI6 ഗ്യാസ്ഗോയിൻ അയാളുടെ അടുത്ത് ചോദിക്കും, നിനക്ക് ആരാ എന്നെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നൽകിയത്? ആ സാച്ചലായിരിക്കും അല്ലെ എന്നെ നിനക്ക് ഒറ്റി നൽകിയത്? എന്നിട്ട് അയാൾ ആ വേദനയിലും ഇങ്ങനെ കഷ്ടപ്പെട്ട് പറയും, ഞാൻ വിചാരിച്ചിരുന്നത് ഞാനൊക്കെ കൊല്ലപ്പെടുന്നത് വല്ല കൊള്ളാവുന്നവന്റെ കൈ കൊണ്ടായിരിക്കും എന്നാണ്. പക്ഷെ ഇതിപ്പോ നിന്നെ പോലെ KGBയിലെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തനെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഈ ഭക്തിന് ഇയാളെ വെടിവെച്ച് കൊന്നിട്ട് അയാളുടെ കയ്യിലെ ഒരു വാച്ച് ഊരി എടുത്തിട്ട് അയാളുടെ ഡെഡ് ബോഡി തൊട്ടപ്പുറത്തുള്ള ഒരു പുഴയിലേക്ക് എറിയുന്നു. അവിടെ ഈ സീൻ കട്ടാവുകയാണ്. ഈ സംഭവം നടന്ന് 10 ദിവസങ്ങൾക്ക് ശേഷം അങ്ങ് ലണ്ടനിൽ ഒരു സ്ത്രീ ശരീരം മുഴുവൻ മുറിവുകളുമായി ഒരു ബാത്ടബിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഇവളാണ് നമ്മുടെ കഥാനായിക ദി അറ്റോമിക് ബ്ലോണ്ട്. ഇപ്പൊ നടന്ന കൊലപാതകവും ഇവളുടെ ശരീരത്തിലുള്ള ഈ മുറിവുകളൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. അതെന്താണെന്നുള്ളത് നമ്മൾ അധികം താമസിയാതെ തന്നെ അറിയുന്നതാണ്. അങ്ങനെ അവൾ ആ ബാത്ടബിൽ നിന്ന് എഴുന്നേറ്റ് ഒരു വിസ്കിയും ഫിക്സ് ചെയ്തിട്ട് അവൾ ഒരു മിററിന്റെ അടുത്തേക്ക് പോകണം. അവിടെ പോയി അവളുടെ മുഖത്തുള്ള മുറിവൊക്കെ മേക്കപ്പ് ചെയ്ത് മറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ആ സമയത്ത് അവൾക്ക് ഡ്രോയറിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട്. അത് ഇവളും നേരത്തെ കൊല്ലപ്പെട്ട ഗ്യാസ്ഗോയിനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും ബ്രിട്ടീഷ് ചാരസംഘടനയായ MI6 ഏജന്റ്സ് ആണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ എന്തോ അതിനും അപ്പുറമുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഫോട്ടോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അവൾ ആ ഫോട്ടോയിൽ കുറച്ചു നേരം നോക്കി നിന്നിട്ട് ആ ഫോട്ടോ കത്തിച്ചു കളയാണ്. എന്നിട്ട് അവൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് വളരെ സ്റ്റൈലായിട്ട് ഒരു സിഗരറ്റ് ഒക്കെ കത്തിച്ച് അവളങ്ങ് നടന്നു നീങ്ങുകയാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ നേരെ പോകുന്നത് MI6 ലണ്ടനിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ്. അവളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് റോട്ടിൽ ഒരു ബസ് നമുക്ക് പാസ് ചെയ്യുന്നത് കാണാം. ആ ബസ്സിൽ എഴുതിയിട്ടുള്ളത് ബോയ്കോട്ട് അപ്പാർത്തൈഡ് എന്നാണ്. അതായത് വർമ്മവിവേചനത്തിനെതിരായിട്ടൊക്കെ ലോകത്ത് അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ചില സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. അങ്ങനെ അവള് MI6 ഹെഡ് ക്വാർട്ടേഴ്സിലെത്തുന്നു. അവിടെ ഒരു ഇന്ററോഗേഷൻ റൂമിലേക്കാണ് അവൾ പോകുന്നത്. അവിടെ അവളെയും കാത്ത് എറിക് ഗ്രേ എന്ന് പറയുന്ന MI6 അവളെക്കാൾ കുറച്ച് മുതിർന്ന ഓഫീസർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവള് നേരെ ആ റൂമിലേക്ക് കയറി വന്നിട്ട് ഈ എറിക്കിനോട് ചോദിക്കും, സി എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറയും, സി കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് അയാൾക്ക് എത്താൻ കഴിയില്ല എന്ന് പറയും. അപ്പൊ ബ്ലോണ്ടെ ഇങ്ങനെ അവിടെ ഉള്ള ഒരു മിററിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഓഫ് കോഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മിററിന്റെ പിൻവശത്ത് ഇരിക്കുന്നതായി കാണുന്ന ഈ മൊട്ടത്തലയനാണ് ശരിക്കും സി എന്ന് പറയുന്നത്. ഇയാളാണ് MI6 ഒരു ടോപ്പ് ലെവൽ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഹെഡ് എന്നൊക്കെ പറയുന്ന ആൾ. അവിടെ ഇന്ററോഗേഷൻ റൂമിൽ ഇരിക്കുന്ന ആള് നമ്മുടെ ബ്ലോണ്ടയുടെ ഡയറക്റ്റ് ഹാൻഡലർ ആണ്. പക്ഷെ സി എന്ന് പറയുന്നത് കുറച്ചുകൂടി ടോപ്പ് ലെവൽ ഒരു ഹെഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എന്നാലും ഇപ്പൊ അവിടെ നടക്കാൻ പോകുന്ന ഒരു സംസാരം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിഷനെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ സി അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് ബ്ലോണ്ടേക്ക് ഉറപ്പാണ്. ഈ സി എന്നൊക്കെ പറയുന്നത് അയാളുടെ ഒരു കോഡ് നെയിം മാത്രമാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ റൂമിലേക്ക് വേറൊരു താടിക്കാരൻ കയറി വരുന്നുണ്ട്. ഇയാളുടെ പേരാണ് എമിറ്റ് കർട്സ്ഫീൽഡ്. ഇയാള് അമേരിക്കയുടെ ചാരസംഘടനയായ CIA ഒരു വക്താവാണ്. അപ്പൊ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന് ചോദിക്കുന്നത് പോലെ CIA എന്താ MI6 അതും ഇന്ററോഗേഷൻ റൂമിൽ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ജർമ്മനിയിൽ അല്ലെങ്കിൽ ഈസ്റ്റ് ബെർലിനിൽ നടന്ന ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു മിഷനെ കുറിച്ചിട്ടാണ് ഈ സംസാരം. ഈ ഈസ്റ്റ് ജർമ്മനി അന്ന് ഭരിച്ചിരുന്നത് അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ ഈ 3 ശക്തികളുടെ നേതൃത്വത്തിലായിരുന്നു. മാത്രമല്ല ഈ ഒരു മിഷൻ നടക്കുന്ന സമയത്ത് ഈ കർട്സ്ഫീൽഡും ബെർലിനിലുണ്ടായിരുന്നു. അതുമാത്രമല്ല ഒരു സമയത്ത് MI6 ഇയാളുടെ സഹായവും ഉപയോഗിച്ചിരുന്നു. പക്ഷെ ബ്ലോണ്ടേക്ക് ഈ CIA പ്രസൻസ് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ അവിടുന്ന് പുറത്താക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ MI6 അതിന് തയ്യാറാവുന്നില്ല. ഈ കർട്സ്ഫീൽഡ് പറയും, എനിക്ക് ഇവിടെ ഇരിക്കാനുള്ള അതോറിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ബ്ലോണ്ടെ പോട്ട് പുല്ല് എന്തെങ്കിലും ആവട്ടെ, എന്നാ പിന്നെ നമുക്ക് തുടങ്ങല്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഈ MI6 ആള് ചോദിക്കും, യഥാർത്ഥത്തിൽ ബെർലിനിൽ എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. അപ്പൊ ബ്ലോണ്ടെ ഇങ്ങനെ ഒരു നെടുവീർപ്പോട് കൂടി, ഓഹോ ബെർലിൻ,
എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ 10 ദിവസങ്ങൾ കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ പോവാണ്. അപ്പൊ ഇനി അങ്ങോട്ടാണ് ഈ സിനിമ തുടങ്ങാൻ പോകുന്നത്. സിനിമയുടെ അധിക ഭാഗവും നമ്മുടെ ബ്ലോണ്ടെ പറയുന്ന ഫ്ലാഷ് ബാക്ക് സ്റ്റോറികളാണ്. അപ്പൊ നമുക്ക് ഈ സിനിമയുടെ തുടക്കത്തിലേക്ക് പോകാം. നമ്മൾ തുടക്കത്തിൽ കണ്ട MI6 ഏജന്റ് ആയിട്ടുള്ള ഗ്യാസ്കോയിൻ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം ബ്ലോണ്ടയും നമ്മൾ നേരത്തെ കണ്ട മൊട്ടത്തലയനായിട്ടുള്ള സിയും പിന്നെ ബ്ലോണ്ടയെ ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എറിക് ഗ്രേയും കൂടി ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗിൽ വെച്ചിട്ടാണ് ഗ്യാസ്കോയിൻ കൊല്ലപ്പെട്ടു എന്ന് ബ്ലോണ്ടയോട് പറയുന്നത്. അതുപോലെ ഗ്യാസ്കോയിനെ കൊന്നത് സോവിയറ്റ് യൂണിയന്റെ ചാർ സംഘടനയുടെ ഒരു ഗുണ്ടയായിട്ടുള്ള യൂറി ബക്തിനാണെന്നൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഇവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. പക്ഷേ ഈ ഗ്യാസ്കോയിൻ കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം സോവിയറ്റ് യൂണിയന്റെ അണ്ടറിലുള്ള ഈസ്റ്റ് ബെർലിനിലെ ഒരു സ്റ്റാസി ഓഫീസർ എന്ന് പറഞ്ഞാൽ നാസി ജർമ്മനിയിലെ രഹസ്യ പോലീസിന് പറയുന്ന പേരാണ് സ്റ്റാസി ഓഫീസേഴ്സ്. അങ്ങനെ സ്പൈ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു കോഡ് നെയിം ഉള്ള സ്റ്റാസി ഓഫീസർ ഈ ഗ്യാസ്കോയിന് ഒരു വാച്ച് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ആ വാച്ചില് മൈക്രോ ഫിലിമിന്റെ രൂപത്തില് അപകടകരമായിട്ടുള്ള ഇൻഫർമേഷൻ നിറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റില് 2 ജർമ്മനികളിലുള്ള വൻശക്തികളായ ഗവൺമെന്റുകളുടെ ചാര സംഘടനകളെ കുറിച്ചിട്ടും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിന്റെ ഏജൻസിന്റെ റിയൽ നെയിമും ഐഡന്റിഫിക്കേഷനും ഒക്കെ ഉൾപ്പെടുന്ന ഭയങ്കര മാരകമായിട്ടുള്ള ഇൻഫർമേഷനാണ് ദ ലിസ്റ്റ് എന്ന പേരിൽ ആ വാച്ചിൽ അടങ്ങിയിട്ടുള്ള മൈക്രോ ഫിലിമിലുള്ളത്. അപ്പൊ നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ ഈ ഗ്യാസ്കോയിൻ എന്ന് പറയുന്ന ആളെ കൊന്നിട്ട് ആ ഭക്തിൻ എന്ന് പറയുന്ന ആള് ഒരു വാച്ച് ഊരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ. ആ വാച്ചിലാണ് ഈ ലിസ്റ്റ് ഉള്ളത്, ഈ ഇൻഫർമേഷൻ മുഴുവൻ ഉള്ളത്. ആ ഇൻഫർമേഷൻ എങ്ങാനും തെറ്റായ കൈകളിൽ എത്തിക്കഴിഞ്ഞാല് ഇപ്പോൾ ഉള്ള ഈ കോൾഡ് വാർ ഇനിയൊരു 40 വർഷം കൂടി നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള അത്രയും വലിയൊരു അറ്റോമിക് ബോംബ് ഓഫ് ഇൻഫർമേഷൻ ആണ് ആ ഒരു വാച്ചിലുള്ളത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ പല ഗവൺമെന്റുകളും ആ ലിസ്റ്റിന്റെ പുറകിലാണ്. സോവിയറ്റ് യൂണിയൻ കാര്യമായി അതിന്റെ പുറകിലുണ്ട്. അതുപോലെ തന്നെ MI6 മറ്റൊരു പ്രധാന ഏജന്റ് ആയിട്ടുള്ള ഡേവിഡ് പേഴ്സിവലും ഈ ലിസ്റ്റ് കണ്ടെത്താനുള്ള പ്രയത്നത്തിലാണ്. എന്തായാലും കൊല്ലപ്പെട്ട ഗ്യാസ്കോയിന് ആ ലിസ്റ്റ് അടങ്ങുന്ന വാച്ച് കൊടുക്കുന്നതിന് മുമ്പ് പകരം ആ സ്റ്റാസി ഓഫീസർക്ക് സംരക്ഷണവും ഈസ്റ്റ് ജർമ്മനിയിൽ നിന്ന് അയാളെ രക്ഷിച്ചു കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളൊരു ഡീലും അവർ തമ്മിലുണ്ടായിരുന്നു. ഈ പേഴ്സിവൽ ആണെങ്കിൽ ഒരു വേറെ ലെവൽ മനുഷ്യനാണ്. അയാൾ ഈ ബെർലിന്റെ ഒരു ചാമിലൊക്കെ ഇങ്ങനെ ഇഴകി ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അയാൾ പല കൂതറ പരിപാടികളും ഉണ്ടെങ്കിലും അതിനിടയിലൂടെയൊക്കെ അയാൾക്ക് വേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള പരിപാടി അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ബ്ലോണ്ടെ ഇപ്പൊ വിളിപ്പിച്ചിരിക്കുന്നത് ബെർലിനിലേക്ക് പോയി ആ വാച്ചും അതിലടങ്ങിയിട്ടുള്ള ലിസ്റ്റും കണ്ടെത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെയുള്ള MI6 സ്റ്റേഷൻ ഹെഡ് ആയിട്ടുള്ള പേഴ്സിവൽ ചെയ്യുമെന്നും ഇവർ പറയുന്നുണ്ട്. അതേസമയം അങ്ങ് സോവിയറ്റ് യൂണിയന്റെ കീഴിലുള്ള ഈസ്റ്റ് ബെർലിനിൽ ഒരു നിശ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പേഴ്സിവൽ. അയാൾ അവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാന്നുള്ള പരിപാടി തന്നെയാണ്. അവിടെ ഈ പേഴ്സിവലിനെ കാണാൻ വേണ്ടി നേരത്തെ പറഞ്ഞ സ്പൈ ഗ്ലാസും വരുന്നുണ്ട്. അപ്പൊ അയാൾക്ക് പേഴ്സിവൽ ഒരു കുപ്പി മദ്യവും ഒരു ജീൻസ് പാൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പേഴ്സിവലിന്റെ അടുത്ത് ഈ സ്പൈ ഗ്ലാസ് പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നെ ഇവിടുന്ന് രക്ഷിക്കണം, ആ റഷ്യൻസ് എന്റെ പിറകിൽ തന്നെ ഉണ്ട്, എന്നെ ഫാമിലിനെ ഇവിടുന്ന് രക്ഷപ്പെടുത്താമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറയും. അപ്പൊ പേഴ്സിവൽ ചോദിക്കും ആ ലിസ്റ്റ് എവിടെയെന്ന് ചോദിക്കും. അപ്പൊ ഈ സ്പൈ ഗ്ലാസ് പറയും ലിസ്റ്റ് ഞാൻ ഓൾറെഡി ഗ്യാസ്കോയിന് കൊടുത്തല്ലോ എന്ന് ചോദിക്കും. അപ്പൊ പേഴ്സിവൽ പറയും ആ ലിസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ഡീലും ഇല്ല, നിനക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ പെട്ടെന്നാണ് ഈസ്റ്റ് ജർമ്മൻ പോലീസ് ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് റെയ്ഡിനായി വരുന്നത്. അപ്പൊ ആ പാർട്ടിയിൽ ബാരറ്റിന്റെ ചെയ്തിരുന്ന ഒരു ചെക്കൻ ഈ പേഴ്സിവലിനെയും സ്പൈ ഗ്ലാസിനെയും കൂട്ടി പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ വേണ്ടി വേറെ വഴി കാണിച്ചു കൊടുക്കും. അവർ അതിലൂടെ രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് പേഴ്സിവൽ ചോദിക്കും നീ എന്റെ പിന്നാലെ നടന്നിട്ട് കാര്യമൊന്നുമില്ല, ആ ലിസ്റ്റ് ഇല്ലെങ്കിൽ ഡീൽ ഇല്ല എന്ന് പറയും. അപ്പൊ ഈ സ്പൈ ഗ്ലാസ് പറയും ലിസ്റ്റ് ഞാൻ മെമ്മറൈസ് ചെയ്തിട്ടുണ്ട്, ഒക്കെ എനിക്ക് മനപ്പാടാണെന്ന് പറയും. ആ പേഴ്സിവൽ ആദ്യം അത് വിശ്വസിക്കില്ലെങ്കിലും സ്പൈ ഗ്ലാസ് ചില ഏജൻസിന്റെ കോഡ് നെയിമും അവരുടെ റിയൽ നെയിമും അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പേഴ്സിവൽ അത് വിശ്വാസമാവുകയും പേഴ്സിവൽ എന്നാ പിന്നെ നിന്നെ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് പോലീസുകാർ അവരുടെ മുമ്പിൽ വരും. പേഴ്സിവൽ ആണെങ്കിൽ ഈ പോലീസുകാരൊക്കെ അടിച്ചു വീഴ്ത്തിയിട്ട് അവരുടെ തൊപ്പിയും ഒരു കോട്ടും എടുത്തിട്ട് അവരുടെ വണ്ടി എടുത്ത് പോവാണ്. അങ്ങനെ ആ വണ്ടി എടുത്ത് പോയിട്ട് ആ വണ്ടി കത്തിച്ചിട്ട് ബെർലിൻ മതിലിന് കാവൽ നിൽക്കുന്ന ഈസ്റ്റ് ജർമ്മനിയിലെ പോലീസുകാരെ നേരെ ആ വണ്ടി വിട്ടിട്ട് ആ പോലീസുകാരെ ശ്രദ്ധ തിരിച്ചിട്ട് പേഴ്സിവൽ മെല്ലെ അവിടെയുള്ള ഒരു തുരങ്കത്തിലൂടെ വെസ്റ്റ് ബെർലിനിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അതിനിടയ്ക്ക് സ്പൈ ഗ്ലാസ് അവിടുന്ന് മെല്ലെ സ്കൂട്ടായിട്ടുണ്ടാവും. അങ്ങനെ മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബ്ലോണ്ടെ നേരത്തെ കൊല്ലപ്പെട്ട ഗ്യാസ്കോയിന്റെ ബോഡി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്തോ ലീഗൽ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ലോയർ എന്നുള്ള ഒരു ഫേക്ക് ഐഡിയിലാണ് ബെർലിനിലേക്ക് പോകുന്നത്. ബെർലിനിൽ അവളെ സ്വീകരിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്ന പേഴ്സിവൽ ആവട്ടെ തലേ ദിവസത്തെ ആർമാദനത്തിന് ശേഷം കിടന്നുറങ്ങി ആകെ ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ പേഴ്സിവൽ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞ് സോവിയറ്റ് യൂണിയന്റെ ചാര സംഘടനയായ KGBയുടെ കുറച്ച് ഗുണ്ടകളാണ് ബ്ലോണ്ടെ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അങ്ങനെ അവർ അവളെ റിസീവ് ചെയ്ത് കാറിൽ കയറ്റുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു BMW ബൈക്കും അതിന്റെ അടുത്തുള്ള ഒരു ടെലിഫോൺ ബൂത്തിൽ ഒരു സ്ത്രീ നിൽക്കുന്നതുമായിട്ട് ബ്ലോണ്ടെ ശ്രദ്ധിക്കുന്നുണ്ട്.
അങ്ങനെ അവർ ബ്ലോണ്ടയും കൊണ്ട് എയർപോർട്ടിൽ നിന്ന് പോവാണ്. അവർ പോകുന്നതിന്റെ തൊട്ട് പിന്നാലെ തന്നെ പെർസിവൽ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ബ്ലോണ്ടയും കൂട്ടി പോകുന്ന സമയത്ത് ഈ കാറിൽ വെച്ചിട്ട് ഈ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നയാള് അവൾക്കൊരു റെസ്റ്റോറന്റിന്റെ കാർഡ് എടുത്തു കൊടുത്തിട്ട് നിങ്ങൾ ഈ റെസ്റ്റോറന്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ബ്ലോണ്ടയ്ക്ക് ഇവരുടെ അടുത്ത് എന്തോ ഒരു സംതിങ് ഫിഷി എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ ബ്ലോണ്ടയുടെ ഒപ്പം ഇരിക്കുന്ന ആളുടെ കയ്യിൽ ഒരു തോക്ക് ബ്ലോണ്ടെ ശ്രദ്ധിക്കുന്നു. അവൾ അത് ശ്രദ്ധിക്കുന്ന സമയത്ത് അയാൾ അത് മറച്ചു വെക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ കുറച്ച് ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി തന്നെ നമ്മുടെ പെർസിവൽ ഒരു പോർഷെ കാറിൽ അടിച്ചു പൊളിച്ച് പിന്നാലെ വരുന്നുണ്ട്. ബ്ലോണ്ടെ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇവന്മാർ രണ്ടും ഉടായ്പാണെന്ന് മനസ്സിലായ ബ്ലോണ്ടെ ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യുകയും ആ കാറ് ആക്സിഡന്റ് ആക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് പെർസിവൽ കൃത്യമായിട്ട് അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് മറിഞ്ഞെടുക്കണ്ടായിരുന്ന കാറിന്റെ ഉള്ളിലുള്ള ബ്ലോണ്ടേന്റെ അടുത്ത് വെൽക്കം ടു ബെർലിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബ്ലോണ്ടെ അവന്റെ നേരെ വെടിവെച്ചിട്ട് ദേഷ്യത്തില് വേർ ദ ഹെൽ വേർ യു എന്ന് ചോദിക്കും. എന്നിട്ട് പിന്നെ ബ്ലോണ്ടെ ആ കാറിന് പുറത്ത് വന്നിട്ട് ഈ കാർ ഓടിച്ചിട്ടുണ്ടായിരുന്ന ആ KGB കാറിനെ പെർസിവൽ വലിച്ചു കൊണ്ടുപോയിട്ട് പെർസിവലിന്റെ കാറിന്റെ ഡിക്കിലിടും. എന്നിട്ട് അവരവിടുന്ന് നേരെ പോയിട്ട് ഈ ഈസ്റ്റ് ബെർലിനോട് ചേർന്ന് കിടക്കുന്ന സോവിയറ്റ് യൂണിയനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കെട്ടിടത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നേരത്തെ ആ വണ്ടി ഓടിച്ചിരുന്ന ആ KGB കാരനെ ഇട്ടിട്ട് പോയി സഖാവ് ബ്രമോവിച്ചിനോടൊരു ഹായ് പറയടാ പന്നി എന്ന് പറഞ്ഞിട്ട് അവന് മോന്തൊക്കെ ഒരു ആക്ട് ഇടിക്കും പെർസിവല്. അതേസമയം അങ്ങ് ഈസ്റ്റ് ബെർലിനിൽ ഇപ്പൊ പറഞ്ഞ സഖാവ് ബ്രമോവിച്ച് അയാള് KGBയുടെ ഒരു ടോപ്പ് ഓഫീസറാണ്. അങ്ങനെ ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തില് ഇന്നലെ നമ്മൾ പെർസിവലിന്റെ ഒപ്പം കണ്ട ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കുറച്ച് പിള്ളേരെ നിരത്തിയിരുത്തിയിട്ട് അവരിൽ ഒരുത്തനെ വിളിച്ചിട്ട് ഒരു പാട്ടും വെച്ചെടുത്ത് ഡാൻസ് കളിക്കാൻ പറയും. അവൻ ഡാൻസ് കളിച്ചു കഴിയുമ്പോൾ ഒരു സ്കേറ്റ് ബോർഡ് എടുത്തിട്ട് അവനെ തല്ലി ചതുക്കും ഈ ബ്രമോവിച്ച്. അപ്പോൾ ആ സമയത്ത് വേറെ കുറച്ച് KGBക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരോട് ഈ ബ്രമോവിച്ച് എവിടെ ലിസ്റ്റ് ഭക്തിൻ ലിസ്റ്റ് കൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഭക്തിൻ വന്നില്ല, അവൻ മുങ്ങിയെന്നാ തോന്നുന്നതെന്ന് പറയും. അപ്പൊ ബ്രമോവിച്ച് ആകെ ദേഷ്യപ്പെട്ടിട്ട് ആ ക്യാപിറ്റലിസ്റ്റ് പന്നി അത് വിൽക്കാൻ സാധ്യതയുണ്ട്, എത്രയും പെട്ടെന്ന് പോയി അവനെ കണ്ടുപിടിച്ച് ആ ലിസ്റ്റ് കൊണ്ടുവരണമെന്ന് അവരടുത്ത് പറയും. ഇവർ ഈ ലിസ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടക്കത്തിൽ നമ്മളൊരു MI6ന്റെ ഏജന്റിനെ കൊന്നിട്ട് ഈ KGBയുടെ വിമതനായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നയാള് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വാച്ച് തട്ടിയെടുത്തിരുന്നല്ലോ, ആ വാച്ചിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അതീവ രഹസ്യങ്ങളെയാണ് ലിസ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവരവിടുന്ന് പോവും. എന്നിട്ട് ബ്രമോവിച്ച് നമ്മൾ നേരത്തെ കണ്ട ആ സ്പൈ ഗ്ലാസ് എന്ന് പറയുന്ന സ്റ്റാസി ഓഫീസർ ഉണ്ടല്ലോ, അയാളുടെ ഫോട്ടോ എടുത്തിട്ട് ഈ പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇയാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ, ഇയാളൊരു ഒറ്റുകാരനാണ്, മര്യാദക്ക് ഇയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളെ കുറിച്ച് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തും. അതേസമയം ഈസ്റ്റ് ബെർലിനില് ഈ ബെർലിൻ മതിലിനെതിരായിട്ടുള്ള ജനരോഷം വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ചിട്ടുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത സീനില് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു പെണ്ണുണ്ടല്ലോ, BMW ബൈക്കിൽ വന്നിരുന്ന പെണ്ണ്, ആ പെണ്ണ് ഈ ബ്ലോണ്ടയെ ഫോളോ ചെയ്യുന്നതും അവളെ ഫോട്ടോ എടുക്കുന്നവരും കാണുന്നത്. അതേസമയം ബ്ലോണ്ടെ ആണെങ്കിൽ നേരത്തെ കൊല്ലപ്പെട്ട ഗ്യാസ്ഗോയിന്റെ ബോഡി ഐഡന്റിഫൈ ചെയ്യാനും അത് നാട്ടിലേക്ക് അയക്കാനുള്ള പരിപാടിക്കായിട്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. അതിനുശേഷം തിരിച്ച് റൂമിലെത്തുന്ന ബ്ലോണ്ടെ കുളിച്ചു കഴിഞ്ഞ് വരുന്ന സമയത്ത് റൂമിൽ ആരോ കയറിയിട്ടുള്ളതായിട്ട് അവൾക്ക് സംശയം തോന്നുന്നു. അങ്ങനെ ആ സംശയത്തിൽ അവൾ ആ റൂമിൽ കയറിയിട്ടുള്ള ആളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അത് ഡേവിഡ് പെർസിവൽ ആയിരുന്നു. അപ്പൊ ബ്ലോണ്ടെ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി ഓ ഐ ആം ഇംപ്രസ്ഡ്, നീ എങ്ങനെ ഇവിടെ കയറി പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പെർസിവൽ ഇങ്ങനെ സ്റ്റൈലായിട്ട് ബെർലിനിലെ എല്ലാം എനിക്കറിയാമെന്ന് പറയും. അപ്പൊ ബ്ലോണ്ടെ അവന്റെ അടുത്ത് ചോദിക്കും എന്നാ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീനെ കുറിച്ച് നിനക്ക് വല്ല അറിയുമെന്ന് ചോദിക്കുമ്പോൾ പെർസിവൽ അവൾക്ക് കൊടുക്കുന്ന മറുപടി കുറച്ച് സ്ട്രേഞ്ച് ആണ്. കാരണം അവൻ പറയുന്നത് ഞാൻ നിന്നെ ഫോളോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നീ ഒരിക്കലും അത് അറിയില്ലായിരുന്നു, അങ്ങനെ ചെയ്യുമായിരുന്നു ഞാനെന്ന് പറയും. എന്തുകൊണ്ടാണ് പെർസിവൽ അങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കാണും. അതിനുശേഷം ബ്ലോണ്ടെ അവനോട് ചോദിക്കും നിനക്ക് ഒരു സ്പൈ ഗ്ലാസിനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവൻ ഒരു കള്ളച്ചിരി ഇരിച്ചിട്ട് പറയും ഞാനിതുവരെ അയാളെ കണ്ടിട്ടില്ല, അയാൾ ജെയിംസിന്റെ ഡീലായിരുന്നു എന്ന് പറയും പെർസിവൽ. പക്ഷെ അതൊരു നുണയായിരുന്നു എന്നുള്ളത് നമുക്കറിയാലോ, കാരണം പെർസിവൽ നേരത്തെ ഈ സ്പൈ ഗ്ലാസിനെ കാണുകയും അവർ തമ്മിൽ ഡീൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും അവരുടെ ആ ചെറിയൊരു ചിറ്റാറ്റിന് ശേഷം ബ്ലോണ്ടെ അവന്റെ ചുണ്ടിലുണ്ടായിരുന്ന സിഗരറ്റ് എടുത്തിട്ട് സ്റ്റൈലായിട്ട് ഒരു വലി വലിച്ചിട്ട് ഇറങ്ങി പോടേ എന്ന് പറയും അവനോട്. അവിടുന്ന് കട്ടായാൽ പിന്നെ അടുത്ത സീനിൽ ബ്ലോണ്ടെ രാത്രി ഒരു വാച്ച് മേക്കറിന്റെ ഷോപ്പിലേക്ക് പോകുന്നതാണ്. അവിടെ പോയിട്ട് ബ്ലോണ്ടെ എനിക്ക് ഈസ്റ്റ് ബെർലിനിലേക്ക് കടക്കാനുള്ള ഒരു ആക്സസ് റെഡിയാക്കണമെന്ന് വാച്ച് മേക്കറിന്റെ അടുത്ത് പറയും. അപ്പൊ ആ വാച്ച് മേക്കർ ഒട്ടും അത്ഭുതപ്പെടാതെ പോയിട്ട് നാളെ ഇതേ സമയത്ത് വരുമെന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അടുത്ത സീനിൽ വീണ്ടും ഈസ്റ്റ് ബെർലിനിൽ ഈ ബെർലിൻ മതിലിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ കാണുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ബ്ലോണ്ടെ നേരത്തെ കൊല്ലപ്പെട്ട ഗ്യാസ്ഗോയിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അവിടുത്തെ പോലീസ് സീലെല്ലാം പൊട്ടിച്ച് അവൾ അതിനകത്ത് കയറി പരിശോധന നടത്തുന്നു. അതേസമയം അവളെ ഇവിടെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നവരിൽ ആ CA
പോലീസുകാരൻ അവളടുത്ത് ചോദിക്കും, അല്ല ആ സമയത്ത് പിന്നെ നീ അവിടെ പോയിട്ട് എന്തായിരുന്നു കാര്യം? ഓൾറെഡി അവിടെ സോവിയറ്റ്സും പിന്നെ പേഴ്സിവലും എല്ലാവരും വന്ന് സെർച്ച് ചെയ്ത് പോയിട്ടുണ്ടാവും, അവിടെ ആ ലിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഓൾറെഡി അവരെ എടുത്തുകൊണ്ടുണ്ടാവൂലേ എന്ന് ചോദിക്കുമ്പോൾ ബ്ലോണ്ടെ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് പറയും, ആ ലിസ്റ്റ് മാത്രമായിരുന്നില്ല നമ്മുടെ പ്രശ്നം. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് സി എന്റെ അടുത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ആ ലിസ്റ്റില് സാച്ചൽ എന്ന് പേരുള്ള ഒരു ഡബിൾ ഏജന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. MI6 ഏജന്റായി സോവിയറ്റ് ചാരസംഘടനയായ KGBക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഡബിൾ ഏജന്റ്. അയാളെ കണ്ടെത്തി ജീവനോടെയോ കൊന്നോ കൊണ്ടുവരിക എന്നുള്ളതും ആ മിഷന്റെ ഭാഗമായിരുന്നു. ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ CIA പ്രസൻസ് ഇവിടെ വേണ്ടാന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതെന്ന് ബ്ലോണ്ടെ MI6 ആളടുത്ത് പറയും. ഫ്ലാഷ് ബാക്കിലേക്ക് തന്നെ തിരിച്ചുപോയാൽ ഗ്യാസ്ഗോയിന്റെ അപ്പാർട്ട്മെന്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് പേഴ്സിവലും ഗ്യാസ്ഗോയിനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അവൾക്ക് കിട്ടുന്നുണ്ട്. അതേസമയം ബ്ലോണ്ടെ ഈ അപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് അറിഞ്ഞ് കുറച്ച് പോലീസുകാരും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവൾ ഈ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന കാര്യം പേഴ്സിവലിന് മാത്രമാണ് അറിയണ്ടായിരുന്നത്. അപ്പൊ പേഴ്സിവൽ അറിയിച്ചിട്ടാണ് ഈ പോലീസുകാരോട് വന്നിട്ടുള്ളത് എന്നുള്ളത് ബ്ലോണ്ടേക്ക് മനസ്സിലാവുന്നു. എന്തായാലും പോലീസുകാർ വരുന്നുണ്ടെന്ന് അറിഞ്ഞ ബ്ലോണ്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റീരിയോയില് നല്ല പാട്ട് നല്ല ഒച്ചത്തിൽ വെച്ചിട്ട് പോലീസുകാരും കാത്തു നിൽക്കും. അവരകത്ത് കയറുന്നതോടുകൂടി അടി തുടങ്ങുകയാണ്. ബ്ലോണ്ടെ ആ പോലീസുകാരെ ഓരോരുത്തരെയായിട്ടും കൈകാര്യം ചെയ്ത് അവളെല്ലാത്തിനെയും അടിച്ച് നിരപ്പാക്കി ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് അവരുടെ കയ്യിൽ പെടാതെ രക്ഷപ്പെട്ടു പോവാണ്. അതിനുശേഷം പേഴ്സിവലിനെ കുറിച്ച് ഒരു സംശയം തോന്നിയ ബ്ലോണ്ടെ തിരിച്ച് അവളുടെ റൂമിലെത്തി ഒരു ബുക്കിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന റെക്കോർഡിംഗ് ഡിവൈസ് അവളുടെ ശരീരത്തിൽ പിടിപ്പിച്ചിട്ട് അവിടുന്ന് നേരെ പേഴ്സിവലിനെ കാണാൻ വേണ്ടി പോവാണ്. അതേസമയം ബ്ലോണ്ടയെ നേരത്തെ ഫോളോ ചെയ്തിരുന്ന ആ ഒരു സ്ത്രീ ഇപ്പോഴും ബ്ലോണ്ടയുടെ പിന്നിൽ തന്നെയുണ്ട്. അങ്ങനെ ബ്ലോണ്ടെ പേഴ്സിവലിന്റെ റൂമിലെത്തുന്നു. പേഴ്സിവൽ അവളെ വെൽക്കം ചെയ്യുന്നു, അവളുടെ കോട്ട് ഊരി വെക്കുന്നു. ഈ പേഴ്സിവലിന്റെ താമസ സ്ഥലമാണെങ്കിൽ ഒരു ലോകമാണ്. ഒരുപാട് പെട്ടികളും ഒരുപാട് സാധനങ്ങൾ, പുസ്തകങ്ങൾ, ചപ്പ് ചവറുകൾ എല്ലാം നിറഞ്ഞു കിടക്കുന്ന ഒരു ലോകം. അപ്പൊ ബ്ലോണ്ടയോട് അവൻ പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഒരു ജീൻസ് എടുത്തിട്ടോ എന്ന് പറയുന്നുണ്ട്. കാരണം ഇവന്റെ കയ്യിൽ ഒരുപാട് ജീൻസും കുപ്പിയും ഉണ്ട്. കാരണം അവന് കിട്ടുന്ന ഇൻഫർമേഷന് പകരമായിട്ട് ഈസ്റ്റ് ജർമ്മനിയിലെ ആളുകൾക്ക് ഇവൻ പ്രധാനമായിട്ട് കൊടുക്കുന്നത് ഈ കുപ്പിയും ജീൻസും ആണ്. അങ്ങനെ ബ്ലോണ്ടെ അവന്റെ അപ്പാർട്ട്മെന്റിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നിക്കോളോ മെക്കവലിയുടെ ഒരു ബുക്കൊക്കെ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ഇവനോട് വന്നിട്ട് ഭക്തിനെ കുറിച്ചിട്ടുള്ള വല്ല വിവരം കിട്ടിയെന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയും, ഭക്തിനെ കുറിച്ചിട്ട് വിവരമൊന്നും കിട്ടിയിട്ടില്ല, അവൻ ആ ലിസ്റ്റ് റഷ്യൻസിന് കൊടുക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് വെയിറ്റ് ചെയ്യാൻ അവൻ എന്താ ചെയ്യാൻ പോണെന്ന്. അപ്പൊ ബ്ലോണ്ടെ പറയും, നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ല പേഴ്സിവൽ, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ പെട്ടെന്ന് പറയുമ്പോൾ പേഴ്സിവൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനോ മറ്റോ അവളടുത്ത് ഗ്യാസ്ഗോയിന്റെ അപ്പാർട്ട്മെന്റിൽ പോയിട്ട് എന്തായെന്ന് ചോദിക്കും. അപ്പൊ അവള് പറയും, കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, കുറെ സാധനങ്ങൾ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട്, പക്ഷെ കൂട്ടത്തിൽ നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടിയിരുന്നു എന്ന് പറയും. അപ്പോൾ പേഴ്സിവൽ ഇങ്ങനെ ഒരു കള്ളച്ചിരിയോടുകൂടി പറയും, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളതെന്ന് പറയുമ്പോൾ ഇവള് പറയും, ഹേ ഇല്ല, അത് ചിലപ്പോൾ നീ മറന്നു പോയതായിരിക്കും എന്ന് പറയും. അപ്പോൾ പേഴ്സിവൽ പെട്ടെന്ന് നീ കോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് നടക്കാൻ വേണ്ടി പോവാന്ന് പറയും. അങ്ങനെ അവർ പുറത്ത് നടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പേഴ്സിവൽ പറയും, ഞാൻ ഇവിടെ ബെർലിനിൽ 10 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ലിസ്റ്റ് കണ്ടെത്താൻ നിന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ കഴിയും എനിക്കാണെന്നുള്ളത് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ബ്ലോണ്ടെ പറയും, എനിക്കത് നന്നായിട്ട് അറിയാം, ഞാൻ നിന്റെ ഫയലും നിന്റെ നായയുടെ ഫയലും വരെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അതൊക്കെ മാറ്റി നിർത്താം, നീ നിന്റെ ഈ കൂതറ ലൈഫ് സ്റ്റൈലും ഒന്നും അറിയാത്ത പോലുള്ള ഒരു അഭിനയമൊക്കെ അത് എന്റെ അടുത്ത് എടുക്കണ്ട എന്ന് പറയുമ്പോൾ പേഴ്സിവൽ അവളടുത്ത് പറയും, ഇറ്റ്സ് എ ഡബിൾ പ്ലഷർ ടു ഡിസീവ് ദ ഡിസീവർ എന്ന് പറയും. അപ്പോൾ ബ്ലോണ്ടെ തിരിച്ചു പറയും, നിക്കോളോ മെക്കവലിയുടെ കോട്ടല്ലേ എന്ന് പറയും. അപ്പോൾ പേഴ്സിവൽ ഇങ്ങനെ അതിശയപ്പെട്ട് അവളെ നോക്കി വെക്കും. അവിടുന്ന് കട്ടായി കഴിഞ്ഞാൽ വീണ്ടും ഈ ഇന്റർവ്യൂ ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൾ പറയുന്നുണ്ട്, ഈ പേഴ്സിവൽ ഭക്തിനെ കുറിച്ച് പറയുന്നത് സത്യമാണെങ്കിൽ എന്താണ് റഷ്യൻസിന് ശരിക്കും അറിയാന്നുള്ളത് എനിക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ ബ്ലോണ്ടെ ബെർലിനിൽ എത്തുന്ന സമയത്ത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച KGBക്കാരിൽ ഒരാള് അവൾക്കൊരു റെസ്റ്റോറന്റിന്റെ കാർഡ് കൊടുത്തിരുന്നു. അവൾ ആ റെസ്റ്റോറന്റിലേക്ക് പോവാണ്. അവിടെ വെച്ച് അവളൊരു സിഗരറ്റ് വലിക്കാൻ നിൽക്കുന്ന നേരത്ത് അത് കത്തിച്ചു കൊടുക്കുന്നത് KGBക്കാരനായിട്ടുള്ള സഖാവ് ബ്രമോവിച്ച് ആണ്. അവിടെ വെച്ച് അവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ ഡബിൾ മീനിങ്ങിലുള്ള പോലത്തെ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ ബ്ലോണ്ടയെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആ സ്ത്രീ വന്നിട്ട് അതിൽ ഇടപെടുകയും ബ്ലോണ്ടയെ അവൾക്ക് അറിയുന്നുള്ള രീതിയിൽ, ഞങ്ങൾ കുറെ കാലമായിട്ട് കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട്, നിങ്ങളൊന്നും ഇവിടുന്ന് പോയി തരുമെന്ന് ഈ സഖാവ് ബ്രമോവിച്ചിനോട് പറയും. അപ്പോൾ ബ്രമോവിച്ച് പിന്നെ എന്നാ പിന്നെ നമുക്ക് പിന്നെ കാണാലോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ മറ്റേ പെണ്ണ് ഒരു ഫ്രഞ്ച് ആക്സെന്റിലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അയാൾ പോയതിനു ശേഷം ആ പെണ്ണ് ബ്ലോണ്ടെ അടുത്ത് പറയും, സോറി, നിങ്ങൾ എന്തോ അയാളായിട്ട് കുടുങ്ങി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ വന്ന് ഇടപെട്ടത് എന്ന് പറയും. അപ്പോൾ ബ്ലോണ്ടെ അവളടുത്ത് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയും, ഞാനൊരു പാർട്ട് ടൈം ട്രാൻസ്ലേറ്റർ ആണ്, പക്ഷേ ശരിക്കും എനിക്കൊരു പോയറ്റോ അല്ലെങ്കിൽ ഒരു റോക്ക് സ്റ്റാർ ഒക്കെ ആവണമെന്നാണ് ആഗ്രഹം എന്ന് പറയും. എന്നിട്ട് അവൾ പറയും, എന്റെ ഒരു ഫ്രണ്ടിന് ഇവിടെ അടുത്തൊരു ക്ലബ് ഉണ്ട്, നമുക്ക് അവിടെ പോയാലെന്ന് ചോദിക്കുമ്പോൾ ബ്ലോണ്ടെ പറയും, എനിക്ക് ഇപ്പൊ പറ്റില്ല എന്ന് പറയും. അപ്പോൾ മറ്റേ പെണ്ണ് ആ ക്ലബിന്റെ അഡ്രസ് അവൾക്ക് എഴുതി കൊടുത്തിട്ട് എന്നാ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. അതേ സമയത്ത് ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ പേഴ്സിവൽ ക്ലബിന്റെ വേറൊരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഫ്രഞ്ച് പെണ്ണ്
അവിടുന്ന് പോകുന്ന സമയത്ത് പേഴ്സിവലിനെ നോക്കുന്നത് പോലെ നമുക്ക് കാണുകയും ചെയ്യാം. അതിനുശേഷം ബ്ലോണ്ടെ ഇന്നലെ പോയ ആ വാച്ച് മേക്കറിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അവിടുന്ന് അയാൾ കൊടുക്കുന്ന ഒരു എൻവലപ്പിൽ അവൾക്ക് ഈസ്റ്റ് ബെർലിനിലേക്ക് കടക്കാനുള്ള ഒരു ഫേക്ക് പാസ്പോർട്ടും അവിടുന്ന് അവൾ പോകേണ്ട ലൊക്കേഷനെ കുറിച്ചുള്ള കോർഡിനേറ്റ്സ് അടങ്ങുന്ന ഒരു വാച്ചും ഉണ്ടായിരുന്നു. അവൾ ആ കോർഡിനേറ്റ്സ് നോക്കി മാപ്പിൽ സ്ഥലം അടയാളപ്പെടുത്തി വെക്കുന്നു. അവിടെ കട്ടായാൽ പിന്നെ അടുത്ത സീനിൽ അടുത്ത ദിവസം അവൾ ഈസ്റ്റ് ബെർലിനിലേക്ക് കടക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ ഒരു രൂപമാറ്റമൊക്കെ നടത്തി ബെർലിൻ ചെക്ക് പോസ്റ്റ് കടക്കുകയാണ്. ആ സമയത്ത് സെക്യൂരിറ്റി ഗാർഡ് അവളൊന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്, പക്ഷേ പിടിക്കപ്പെടുന്നില്ല അവൾ. എന്നിട്ട് 6 മണിക്കൂറിൽ തന്നെ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അവൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അയാൾ പറയുന്നു. അങ്ങനെ അവൾ ഈസ്റ്റ് ബെർലിനിൽ പ്രവേശിക്കുകയാണ്. അവൾ പ്രവേശിച്ച ഉടൻ തന്നെ അവളെ ഫോളോ ചെയ്തുകൊണ്ട് KGBയുടെ ആളുകൾ പിന്നാലെ തന്നെയുണ്ട്. ആ സമയത്ത് അവിടെ എത്തുന്ന കൊമ്രേഡ് ബ്രമോവിച്ച് അവന്റെ കൂട്ടത്തിലുള്ള ആളുകളെ അവളെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞേക്കാണ്. അപ്പൊ അവളെ ഫോളോ ചെയ്ത് ആളുകൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ബ്ലോണ്ടെ അവിടെയുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനകത്തേക്ക് കയറുന്നു. KGB ഗുണ്ടകളും അവളെ ഫോളോ ചെയ്തുകൊണ്ട് അതിനകത്തേക്ക് കയറുന്നുണ്ട്. അവൾ അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ കോംപ്ലക്സിനുള്ളിലുള്ള ഒരു സിനിമാ തിയേറ്ററിന്റെ പുറത്ത് തൂക്കിയിട്ടുള്ള കുറച്ച് കോട്ട്സിൽ നിന്ന് ഒരു കോട്ടും ആ ഒരു വണ്ടിയുടെ കീയും എടുത്ത് ബ്ലോണ്ടെ പോവാൻ നോക്കുന്ന സമയത്ത് അവളെ KGBയിലെ ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അവൾ അയാളെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് വീണ്ടും പോവാൻ നിൽക്കുന്ന സമയത്ത് വേറൊരുത്തൻ വന്ന് വീണ്ടും അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവൾ അവളുടെ കയ്യിലുള്ള കീ ഉപയോഗിച്ച് അവന്റെ മുഖത്ത് കുത്തി കയറ്റുകയാണ്. ആ സമയത്ത് അയാൾ ബ്ലോണ്ടേന്റെ അടുത്ത് നിനക്കെന്താ ഭ്രാന്തായോ, നിന്നൊന്ന് കാണണമെന്നല്ലേ ബ്രമോവിച്ച് പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൾ എങ്ങനെയൊക്കെ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവരാരും കാണാതെ അവൾ പുറത്തു കിടക്കും. എന്നിട്ട് അവരുടെ കണ്ണ് വെട്ടിച്ച് ഇന്നലെ വാച്ച് മേക്കർ കൊടുത്ത കോർഡിനേറ്റ്സിലെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് അവൾ അങ്ങോട്ട് പോവാണ്. അവിടെ ബ്ലോണ്ടയെ ഒരു ചെക്കൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇവരെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. മുമ്പ് പേഴ്സിവലും സ്പൈ ഗ്ലാസും തമ്മിൽ ഈസ്റ്റ് ബെർലിനിലെ ഒരു പാർട്ടിയിൽ വെച്ച് കണ്ടുമുട്ടിയ സമയത്ത് അവിടെ പോലീസുകാർ വന്നപ്പോൾ ഈ ചെക്കനാണ് അവർ രണ്ടുപേരെയും രക്ഷപ്പെടാനായി സഹായിച്ചിരുന്നത്. അവൻ സംസാരിക്കുന്നത് ഒരു ജർമ്മൻ ആക്സെന്റ് ആണെങ്കിലും അവന് ജർമ്മനിയോട് എന്തോ ഒരു ദേഷ്യമുള്ളത് പോലെ അവന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ ഡീല് സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം അവൻ നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റുകളുടെ ഡിമാൻഡും മാർക്കറ്റിൽ അതിനുള്ള ഡിമാൻഡും ഈ സാച്ചൽ എന്ന് പറയുന്ന ഡബിൾ ഏജന്റിനെ 2 ബെർലിനിലുള്ള വൻ ശക്തികളൊക്കെ പേടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേസമയം അങ്ങ് വെസ്റ്റ് ബെർലിനിൽ അന്ന് രാത്രി നമ്മുടെ പേഴ്സിവല് നേരത്തെ ഗ്യാസ്കോയിനെ കൊന്ന് ആ ലിസ്റ്റ് അടങ്ങുന്ന വാച്ച് അടിച്ചു മാറ്റിയ യൂറി ഭക്തിനെ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഭക്തിനാണെങ്കിൽ നേരെ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട വാച്ച് മേക്കറിന്റെ ഷോപ്പിലേക്കാണ്. അവിടെ പോയിട്ട് എനിക്കൊരു വാച്ച് വിൽക്കാനുണ്ടെന്ന് പറയുമ്പോൾ വാച്ച് മേക്കർ ചോദിക്കും എന്ത് കൈൻഡ് ഓഫ് വാച്ച് ആണെന്ന് ചോദിക്കും. അപ്പൊ ഭക്തിൻ പറയും അത് കുറച്ച് അമൂല്യമായിട്ടുള്ള വാച്ചാണ്, കുറച്ച് അതീവ രഹസ്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള വാച്ചാണെന്ന് പറയുമ്പോൾ ഈ വാച്ച് മേക്കർ അയാളുടെ അടുത്ത് വന്നിട്ട് ആ വാച്ച് ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പൊ ഭക്തിൻ പറയും കാണിക്കാനൊന്നും പറ്റില്ല, ആരെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ഭക്തിൻ ബിസിനസിന് റെഡി ആണെന്ന് പോയി പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകും. പേഴ്സിവൽ ആണെങ്കിൽ അയാളെ സൈലന്റ് ആയി നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ കട്ടായാൽ അടുത്ത സീനിൽ ബ്ലോണ്ടെ തിരിച്ച് വെസ്റ്റ് ബെർലിനിലെത്തി അവളുടെ റൂമിലിരുന്ന് കഴിഞ്ഞ ദിവസം അവൾ റെസ്റ്റോറന്റിൽ പോയപ്പോൾ അവിടെ വെച്ച് കൊമ്രേഡ് ബ്രമോവിച്ചിനെ കണ്ടിരുന്നല്ലോ, അയാളുമായിട്ടുള്ള സംസാരം അവൾ റെക്കോർഡ് ചെയ്തത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൂട്ടത്തില് അവളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്ന ആ ഫ്രഞ്ച് സ്ത്രീയുടെ വോയിസും കേട്ടിട്ട് ആ പെണ്ണ് പറഞ്ഞ അവളുടെ ഫ്രണ്ടിന്റെ ഒരു ക്ലബിലേക്ക് ഈ ബ്ലോണ്ടെ പോവുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ ഫ്രഞ്ച് പെണ്ണ് ബ്ലോണ്ടയെ കയറി കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ ബ്ലോണ്ടയും കൂട്ടിയിട്ട് ആളില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ വെച്ച് കാര്യമായ കിസിലേക്ക് കിടക്കുമ്പോൾ ബ്ലോണ്ടേക്ക് മറ്റേ പെണ്ണിന്റെ പാന്റിന്റെ ബാക്കിൽ നിന്ന് ഒരു തോക്ക് കിട്ടും. എന്നിട്ട് നീ ആരാണ്, സത്യം പറഞ്ഞോ, നീ ആരാണ്, ഇതെന്തിനാ നിനക്ക് തോക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയും നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം, നിങ്ങളുടെ പേര് ലൊറൈൻ പോട്ടർ എന്നല്ലേ, നിങ്ങൾ MI6ന്റെ ഏജന്റ് അല്ലേ, നിങ്ങൾ ഇവിടെ വന്നത് ഗ്യാസ്ഗോയിന്റെ കൊലപാതകമായി ബന്ധപ്പെട്ടിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബ്ലോണ്ടെ പെട്ടെന്ന് അവളെ പിടിച്ചിട്ട് നിനക്ക് ഗ്യാസ്ഗോയിനെ കുറിച്ച് എന്തറിയാന്ന് ചോദിക്കും. അപ്പൊ ആ പെണ്ണ് പറയും എനിക്ക് അയാളെ കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷേ സഖ്യകക്ഷികളിൽ ഒരാൾ കൊല്ലപ്പെട്ടതിനാൽ അതിന് നമ്മളെല്ലാവരും കൺസേൺ ആവില്ലേ അതെന്ന് ചോദിക്കും. അവൾ ഉദ്ദേശിച്ചത് വെസ്റ്റ് ബെർലിൻ ഭരിക്കുന്ന ഫ്രഞ്ച് അമേരിക്കൻ ബ്രിട്ടീഷ് സഖ്യം എന്നാണ്. എന്നിട്ട് അവൾ വീണ്ടും പറയും ഞാനൊരു എക്സൈറ്റ്മെന്റിന്റെ പുറത്താണ് ഈ ഒരു ജോലി തെരഞ്ഞെടുത്തത്, എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് തന്നെ ഇവിടെ ബെർലിനിലായിരുന്നു. ബെർലിൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഒരു ലിസ്റ്റിന്റെ പേരിൽ ആളുകൾ പരസ്പരം കൊല്ലാൻ വരെ തയ്യാറായി നിൽക്കുകയാണ്, എനിക്ക് മടുത്തു എന്നൊക്കെ പറയുമ്പോൾ ബ്ലോണ്ടെ ഒന്നിങ്ങനെ അവളെ നോക്കി എന്നിട്ട് പറയും അവൾ മുമ്പ് പറഞ്ഞതുപോലെ നീ വല്ല പോയറ്റോ അല്ലെങ്കിൽ റോക്ക് സ്റ്റാർ ഒക്കെ ആവേണ്ട ആളായിരുന്നു എന്ന് പറയും. എന്നിട്ട് പിന്നെ ഇവർ രണ്ടുപേരും വീണ്ടും കിസ് ചെയ്യുന്നു. പിന്നെ ബാക്കി കാര്യപരിപാടികളിലേക്കൊക്കെ കിടക്കുകയാണ്.
അതേസമയം ഇങ്ങനെ ഇന്റർവ്യൂ റൂമിൽ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന MI6ന്റെ ആള് അവളടുത്ത് ഈ ഫ്രഞ്ച് ഏജന്റുമായിട്ട് ഇങ്ങനെ ഒരു കോൺടാക്ട് ചെയ്യേണ്ടി വന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ പറയും അവളുടെ കയ്യിൽ വല്ല ഇൻഫർമേഷനും ഉണ്ടെങ്കിൽ അത് ചോർത്തിയെടുക്കാൻ വേണ്ടി ചെയ്തതാണ്, അല്ലാതെ എനിക്ക് വേറെ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പൊ മറ്റേയാൾ വീണ്ടും എന്നിട്ട് നിനക്ക് വല്ല ഇൻഫർമേഷൻ അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ ബ്ലോണ്ടെ ഒന്നും പറയാതെ കുറച്ചു നേരം ഇങ്ങനെ സൈലന്റ് ആയിരുന്നതിന് ശേഷം ഒന്നും കിട്ടിയില്ല എന്ന് പറയും. അപ്പൊ എന്തോ ഒരു എക്സ്ക്ലൂസീവ് ഇൻഫർമേഷൻ ഇപ്പൊ കിട്ടുന്നു പറഞ്ഞിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്ന എല്ലാവരും പ്ലിങ് ആയിപ്പോയി. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഫ്രഞ്ച് ഏജന്റിന്റെ കയ്യിൽ നിന്ന് ബ്ലോണ്ടേക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അവൾ അത് ബ്ലോണ്ടയോട് പറയുന്നതിന് തൊട്ടു മുമ്പ് ഇത് ആരെങ്കിലും കേട്ടാലോ എന്ന് പേടിച്ച് ബ്ലോണ്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് റെക്കോർഡർ ഓൺ ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലോണ്ടയോട് അവൾ എന്താണ് പറഞ്ഞതെന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് ഒരു വിവരമില്ല. അതേസമയം പേഴ്സിവൽ തുടക്കത്തിൽ ഗ്യാസ്കോയിനെ കൊന്ന യൂറി ഭക്തി എന്ന് പറയുന്ന ആളിനെ നേരിട്ട് കാണുകയും അയാളെ കൊന്ന് അയാളുടെ കയ്യിൽ നിന്ന് ആ വാച്ച് എടുത്തിട്ട് ഇത് ഗ്യാസ്കോയിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് അയാൾ ആ വാച്ച് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അടുത്ത സീനിൽ വെസ്റ്റ് ബെർലിനിൽ വെച്ച് ഈ MI6 വക്താവിന്റെ ആവശ്യപ്രകാരം ബ്ലോണ്ടെ ഇപ്പൊ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന CIA വക്താവിനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. അവിടെ വെച്ച് ആ CIA-കാരൻ ബ്ലോണ്ടയോട് ആ ബെർലിൻ വാളിന്റെ കാവലിനെ കുറിച്ചൊക്കെ കുറെ ജനറൽ നോളജ് വളവളാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം, ഇല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവും. ആ ലിസ്റ്റിൽ എന്റെയും നിന്റെയും ഉൾപ്പെടെ ഒരുപാട് ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. ഒരുപാട് നിരപരാധികളും നല്ല ആൾക്കാരും അതിൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രഹസ്യ കോഡ് അടങ്ങുന്ന ഒരു പേപ്പർ അവൾക്ക് കൊടുത്തിട്ട് അയാൾ അവിടുന്ന് പോവാണ്. തിരിച്ച് ഹോട്ടലിൽ എത്തുന്ന ബ്ലോണ്ടെ ആ പേപ്പറിൽ കാണുന്ന ആ രഹസ്യ നമ്പറിൽ വിളിച്ചു നോക്കുമ്പോൾ ഒരു റിങ്ങിന് ശേഷം ഒരു പരിക്കൻ ശബ്ദത്തിൽ സാച്ചലിന്റെ ഐഡന്റിറ്റി വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കോള് കട്ടാവും. അതേസമയം നേരത്തെ ഭക്തിനെ കൊന്ന വാച്ച് കൈക്കലാക്കിയ പേഴ്സിവൽ വന്നിട്ട് എന്തോ ഒരു മെഷീൻ ഉപയോഗിച്ച് ആ വാച്ചിലെ വിവരങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് ഏജൻസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി കൊടുക്കുന്ന കൂട്ടത്തിൽ സാച്ചലിന്റെ വിവരവും അവൻ അതിൽ കാണുന്നുണ്ട്. അത് കണ്ട് ചെറുതായി പേടിച്ച പേഴ്സിവൽ നേരെ ഒരു പെഗും അടിച്ചിട്ട് ഫോൺ എടുത്ത് നമ്മുടെ ബ്ലോണ്ടയെ വിളിച്ച് നമുക്കൊന്ന് കാണണം എത്രയും പെട്ടെന്ന് എന്ന് പറയും. അങ്ങനെ ബ്ലോണ്ടെ അവനെ കാണാൻ പോകുന്നതിന് മുമ്പ് ഉപയോഗിച്ച ഒരു റെക്കോർഡിംഗ് ഡിവൈസ് അവള് ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ബാറിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. അവിടെ വെച്ച് അവർ സംസാരിക്കുന്നതിനിടക്ക് ബ്ലോണ്ടെ ഭക്തിൻ കൊല്ലപ്പെട്ടു എന്നും അവന്റെ ബോഡി പോലീസ് കണ്ടെത്തി എന്നൊക്കെ അവന്റെ അടുത്ത് പറയുമ്പോൾ പേഴ്സിവൽ പറയും അപ്പൊ ഇനി നമുക്ക് ലിസ്റ്റിന് വേണ്ടി സ്പൈ ഗ്ലാസിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് സ്പൈ ഗ്ലാസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പരിപാടി ചെയ്യാന്ന് പറയുമ്പോൾ ബ്ലോണ്ടെ പറയും നമ്മുടെ പ്രയോറിറ്റി ആ ലിസ്റ്റാണ്, അതുകൊണ്ട് നമുക്ക് എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. അപ്പൊ പേഴ്സിവൽ പറയും നമ്മൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, ഞാൻ കണ്ടതിൽ വെച്ച് അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല ഈ സ്പൈ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ബ്ലോണ്ടെ പറയും വൈറ്റ് നീയല്ലേ പറഞ്ഞത് സ്പൈ ഗ്ലാസിനെ നീ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പേഴ്സിവൽ പെട്ടെന്ന് പരിങ്ങിയിട്ട് ഒരു കള്ള ചിരിയിരിച്ചിട്ട് അത് ഞാൻ നുണ പറഞ്ഞാണ് എന്ന് പറയും. എന്നിട്ട് അവൻ പറയും സ്പൈ ഗ്ലാസ് ആ ലിസ്റ്റിലെ മുഴുവൻ വിവരങ്ങളും മെമ്മറൈസ് ചെയ്തിട്ടുണ്ട്, അവൻ എത്രയും പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അവർ ആ ബാറിൽ നിന്ന് ഇറങ്ങി നടക്കും. എന്നിട്ട് പിന്നെ അവരെങ്ങനെ സ്പൈ ഗ്ലാസിനെ കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ്ങിലാവും. അവ പേഴ്സിവൽ പറയും സ്പൈ ഗ്ലാസ് എന്റെ ആളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാം. നാളെ ബെർലിൻ മതിലിനെതിരായി ഒരു വലിയ പ്രതിഷേധ റാലി നടക്കുന്നുണ്ട്, അപ്പൊ ആ തെക്കിനും തിരക്കിനും ഇടയിലൂടെ നമ്മൾ അവനെ എങ്ങനെയെങ്കിലും കടത്തിക്കൊണ്ടുവരാന്ന് പേഴ്സിവൽ പറയും. അപ്പൊ ബ്ലോണ്ടെ പറയും ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ അയാളുടെ പേപ്പറും കാര്യങ്ങളും റെഡിയാക്കുന്നത് ഞാൻ എന്റെ കോൺടാക്ട് ഉപയോഗിച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അതൊരു ഡീലാക്കിയിട്ട് അവർ അവിടുന്ന് പിരിയുന്നു. വീണ്ടും നമ്മൾ ഇന്റർവ്യൂ റൂമിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന MI6ന്റെ വക്താവ് ഈ ബ്ലോണ്ടയോട് പറയും അന്ന് വൈകുന്നേരം പേഴ്സിവൽ എന്നെ വിളിച്ചിരുന്നു, എന്നിട്ട് അയാൾ പറഞ്ഞത് അയാളുടെ കയ്യിൽ ആ ലിസ്റ്റ് ഉണ്ടെന്നും അയാൾക്ക് സാച്ചലിന്റെ ഐഡന്റിറ്റി അറിയാമെന്നൊക്കെയാണല്ലോ എന്ന് പറയുമ്പോൾ ബ്ലോണ്ടെ ഈ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഈ MI6ന്റെ വക്താവിന്റെ അടുത്ത് ചോദിക്കും എന്നിട്ട് ആർക്കും എന്നോടൊന്നും പറയാൻ തോന്നിയില്ലല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അയാൾ ഒരു വളിച്ച ചിരിയിരിക്കും. അവിടുന്ന് കട്ടായാൽ പിന്നെ ഫ്ലാഷ് ബാക്കിൽ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പേഴ്സിവല് KGBയുടെ കൊമ്രേഡ് ബ്രമോവിച്ചിനെ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ബ്രമോവിച്ച് പേഴ്സിവലിന്റെ അടുത്ത് നിന്റെ കയ്യിൽ ആ ലിസ്റ്റ് ഉണ്ടെന്ന് കേട്ടല്ലോ, മര്യാദക്ക് അങ്ങ് തന്നോന്ന് പറയുമ്പോൾ പേഴ്സിവൽ പറയും കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല ബെർലിനിൽ നിന്ന് തനിക്ക് അറിയാലോ, അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാം. അതായത് ലിസ്റ്റ് അടങ്ങുന്ന വാച്ച് കംപ്ലീറ്റ് കൊടുക്കുന്നതിന് പകരം സോവിയറ്റ് യൂണിയൻ ഇപ്പൊ ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാം എന്നാണ് പേഴ്സിവൽ പറയുന്നത്. എന്താണ് ആ ഇൻഫർമേഷൻ എന്നുള്ളത് കഥ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്ത സീനിൽ ബ്ലോണ്ടയും ആ ഫ്രഞ്ച് ഏജന്റും കൂടി ഒരുമിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. ആ സമയത്ത് ബ്ലോണ്ടെ ആ ഫ്രഞ്ച് ഏജന്റിനോട് ഈ പേഴ്സിവൽ എന്നെ ചതിക്കാൻ നോക്കണമെന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ അവള് നിങ്ങൾക്ക് അതിൽ വല്ല അത്ഭുതവും തോന്നുന്നുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കും. അപ്പൊ ബ്ലോണ്ടെ പറയും എനിക്കൊരു അത്ഭുതം തോന്നുന്നില്ല, കാരണം ഈ റിലേഷൻഷിപ്സ് എല്ലാം ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങൾ മാത്രമാണ്, അല്ലാതെ അതിലപ്പുറം ഒന്നുമില്ല എന്ന് പറയും. അവിടുന്ന് കട്ടായാൽ അടുത്ത സീനിൽ ബ്ലോണ്ടയും പേഴ്സിവലും കൂടി സ്പൈ ഗ്ലാസിനെ കൊണ്ടുവരാൻ വേണ്ടി ഈസ്റ്റ് ബെർലിനിലേക്ക് പോവാണ്. സ്പൈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ഈ
ഈസ്റ്റ് ബെർലിനിൽ വെച്ച് കണ്ട ആ മുൻ ജർമ്മൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാളായിരുന്നു തുടക്കത്തിൽ കൊല്ലപ്പെട്ട ഗ്യാസ്ഗോയിന് ആ ലിസ്റ്റ് അടങ്ങുന്ന വാച്ച് കൊടുത്തതെന്നും അയാൾക്ക് ആ ലിസ്റ്റിലുള്ള മുഴുവൻ വിവരങ്ങളും ബൈഹാർട്ട് ആണെന്നുള്ളതും മറക്കരുത്. അതിർത്തി വരെ ട്രെയിനിലും അവിടുന്ന് അങ്ങോട്ട് പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് റെയിൽവേ സ്റ്റേഷന് അടുത്തൂടെയുള്ള സൂവേജിലൂടെയാണ് ഈസ്റ്റ് ബെർലിനിലേക്ക് അവർ കടക്കുന്നത്. അവിടെ സ്പൈ ഗ്ലാസിനെ കടത്താൻ ആവശ്യമായിട്ടുള്ള ഫേക്ക് പാസ്പോർട്ടും പേപ്പേഴ്സും ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നത് ബ്ലോണ്ടെ മുമ്പ് വാച്ച് മേക്കറിന്റെ കെയർ ഓഫിൽ ഈസ്റ്റ് ബെർലിനിൽ വന്ന് മീറ്റ് ചെയ്ത ആ ബാർ അറ്റൻഡർ ചെക്കനായിരുന്നു. അവൻ ആൾ നിസാരക്കാരനായിരുന്നില്ല, അവൻ അതിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ബ്ലോണ്ടയും പെർസിവലും ആ ചെക്കന്റെ സ്ഥലത്തെത്തുന്നു. അവനെ കണ്ടോടൻ പെർസിവൽ പറയും, ഓ അപ്പൊ നീ വെറും ഒരു ബാർ അറ്റൻഡർ ആയിരുന്നില്ല അല്ലേ. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ സ്പൈ ഗ്ലാസും അവരെ കാത്ത് അവിടെ നിൽക്കണ്ടായിരുന്നു. അങ്ങനെ ബ്ലോണ്ടെ അയാൾക്ക് അവർ വെസ്റ്റ് ബെർലിനിൽ നിന്ന് കൊടുന്ന ഒരു ഷേവിംഗ് സെറ്റും ഒരു പേര് ഡ്രസ്സും കൊടുത്തിട്ട് അത് ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറയും. കാരണം ഈസ്റ്റ് ബെർലിനിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു സാധനം അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം അതിന്റെ പേരിൽ ഇനി ഒരു ചെക്കിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ പിടിക്കപ്പെടുന്നുള്ളത് കൊണ്ടാണ്. അതേസമയം അവിടെ അടുത്തുള്ള ബിൽഡിങ്ങിലും അതിന് പുറത്തുമായി KGBക്കാരും അവരുടെ ഗുണ്ടകളും ഇവരെ ആക്രമിക്കാൻ വേണ്ടി സ്നൈപ്പറും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കി റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും രഹസ്യമായി നടക്കുന്ന ഈ ഒരു ഓപ്പറേഷനെ കുറിച്ച് KGBക്കാർക്ക് ആരോ വിവരം ചോർത്തി കൊടുത്തിട്ടുണ്ട്. അതേസമയം ഇന്റർവ്യൂ റൂമിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ബ്ലോണ്ടെ അവരെ ഒറ്റിക്കൊടുത്തത് സാച്ചലാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബ്ലോണ്ടയും കൂട്ടരും സ്പൈ ഗ്ലാസിനെ കടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പെർസിവൽ ഈസ്റ്റ് ജർമ്മൻ പോലീസിന്റെ വേഷം ധരിക്കുന്നുണ്ട്. മറ്റേ ആ ചെക്കൻ ബ്ലോണ്ടേക്ക് അവൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരു പിസ്റ്റൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കാണുന്ന പെർസിവൽ പറയും, അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇനിയിപ്പോ അതെങ്ങാനും ചെക്കിങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും പറയും. ബ്ലോണ്ടെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ചെക്കനോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണെന്ന് പറയും. അതേസമയം സ്പൈ ഗ്ലാസ് ഷേവ് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ അയാളുടെ ഒരു ഫോട്ടോ എടുത്ത് അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫേക്ക് പാസ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഈ സമയത്തൊക്കെ നമ്മൾ പെർസിവലിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അയാൾ എന്തോ ഒരു ഒളിച്ചു പാത്ത് കളിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ശേഷം ബ്ലോണ്ടയും സ്പൈ ഗ്ലാസും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ബ്ലോണ്ടെ തോക്കെടുത്ത് ചൂണ്ടും. പക്ഷെ അത് സ്പൈ ഗ്ലാസിന്റെ ഭാര്യയും കുട്ടിയായിരുന്നു. അങ്ങനെ പെർസിവൽ പറയും, അയ്യോ വെടിവെക്കല്ലേ, ഇത് സ്പൈ ഗ്ലാസിന്റെ ഭാര്യയും കുട്ടിയാണെന്ന് പറയും. അപ്പൊ ബ്ലോണ്ടെ ഇങ്ങനെ അന്തം വിട്ടിട്ട് ഇത് പ്ലാന്റെ ഭാഗമായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പെർസിവൽ പറയും, ഇത് എന്റെ പ്ലാന്റെ ഭാഗമായിരുന്നു എന്ന് പറയും. എന്നിട്ട് പെർസിവൽ പറയും, ഭാര്യയുടെയും കുട്ടീന്റെയും കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ജസ്റ്റ് സ്പൈ ഗ്ലാസിനെ മാത്രം നോക്കിയാൽ മതി എന്ന് പറയും. എന്നിട്ട് അവർക്ക് കൂടിയുള്ള ഫേക്ക് പാസ്പോർട്ടും പേപ്പേഴ്സും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്ത് ജനലക്ഷങ്ങൾ അണിനിരന്ന് ബെർലിൻ മതിലിനെതിരായിട്ടുള്ള പ്രതിഷേധം കനത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ തിങ്ങി നിരന്ന പ്രതിഷേധക്കാർക്കിടയിലൂടെ സ്പൈ ഗ്ലാസിനെയും കൊണ്ട് ബ്ലോണ്ടെ നടന്നു നീങ്ങുകയാണ്. അടുത്തുള്ള ബിൽഡിങ്ങുകളിലും റോഡിലുമായി KGBക്കാർ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായിരിക്കുന്നു. ആ സമയത്ത് സൈഡിലുള്ള ബിൽഡിങ്ങുകളിലേക്കുള്ള പെർസിവലിന്റെ ഈ കള്ളനോട്ടം കണ്ടാൽ തന്നെ അറിയാം ഈ മിഷനെ കുറിച്ച് KGBക്കാർക്ക് ഒറ്റിക്കൊടുത്തത് പെർസിവൽ ആണെന്ന്. അങ്ങനെ സ്നൈപ്പേഴ്സ് ഏതാണ്ട് ബ്ലോണ്ടയെയും സ്പൈ ഗ്ലാസിനെയും ഉന്നം വെച്ച് നിൽക്കുന്ന സമയത്താണ് ബ്ലോണ്ടെ മറ്റേ ആ ചെക്കന് ഒരു സിഗ്നൽ കൊടുക്കും. അത് കിട്ടിയുടൻ ആ ചെക്കൻ ഒരു വിസിലടിക്കും. അപ്പൊ തന്നെ ആ ക്രൗഡ് മുഴുവൻ കറുത്ത കുടകൾ നിവർത്താൻ തുടങ്ങുന്നു. അങ്ങനെ എല്ലാവരും കുട നിവർത്തുന്നത് കാരണം തന്നെ ബിൽഡിങ്ങിന് മുകളിലുള്ള KGBക്കാർക്കും സ്നൈപ്പേഴ്സിനും ഇവരെ കാണാൻ കഴിയാതെ വരുന്നു. അപ്പൊ ഇത് കണ്ട് ഞെട്ടുന്ന പെർസിവൽ ബ്ലോണ്ടയോട് ഇത് പ്ലാന്റെ ഭാഗമായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ബ്ലോണ്ടെ വളരെ സ്റ്റൈലായിട്ട് ഇത് എന്റെ പ്ലാന്റെ ഭാഗമായിരുന്നു എന്ന് പറയും. അപ്പൊ പെർസിവൽ മെല്ലെ സ്പൈ ഗ്ലാസിന്റെ ഭാര്യയും മകളെയും കൂട്ടി ആ ക്രൗഡിനുള്ളിൽ നിന്ന് മുങ്ങുകയാണ്. എന്നിട്ട് അവരെ ഒരു കാറിൽ കയറ്റി ഇരുത്തിയിട്ട് പെർസിവൽ സൈലൻസർ ഉള്ള ഒരു ഗൺ ഉപയോഗിച്ച് സ്പൈ ഗ്ലാസിനെ വെടിവെക്കുന്നു. ആരാണ് എവിടുന്നാണ് വെടിവെച്ചതെന്ന് അറിയാതെ ബ്ലോണ്ടെ ആകെ ഞെട്ടിപ്പോവും. എന്നിട്ട് പെട്ടെന്ന് തന്നെ വെടിയേറ്റ സ്പൈ ഗ്ലാസിനെയും കൂട്ടി ബ്ലോണ്ടെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് ഓടിക്കയറും. അവിടെ വെച്ച് അവരെ കൊല്ലാൻ വേണ്ടി പിന്തുടർന്നു വന്ന KGBക്കാരുമായി ബ്ലോണ്ടെ നടത്തുന്ന ഫൈറ്റ് ഒരു കിടിലൻ ഫൈറ്റ് ആണ്. വളരെ റിയലിസ്റ്റിക് ആയി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഫൈറ്റ് ആണ്. പക്ഷെ അപാര ഫൈറ്റ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ അവിടെ വന്ന ഓരോ KGBക്കാരെയും ബ്ലോണ്ടെ ഓരോന്നായി കൊന്നു കളഞ്ഞിട്ട് ആ ബിൽഡിങ്ങിന് പുറത്തേക്ക് കിടക്കുകയാണ്. അവിടെ ഒരു ജർമ്മൻ പോലീസുകാരന്റെ കാർ എടുത്ത് ബ്ലോണ്ടെ സ്പൈ ഗ്ലാസിനെയും കൂട്ടി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. നേരത്തെ ഇവർ അറ്റാക്ക് ചെയ്തതിലൊരുത്തൻ വീണ്ടും കാറിന് കുറുകെ ചാടി ഇവർ അറ്റാക്ക് ചെയ്യാൻ നോക്കുമെങ്കിലും ബ്ലോണ്ടെ അവനെയൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷവും വേറെ KGBക്കാരും പോലീസുകാരും ഇവരെ ഫോളോ ചെയ്ത് വരുമെങ്കിലും ബ്ലോണ്ടെ അവരെല്ലാം വേണ്ട വിധം കൈകാര്യം ചെയ്ത് അവരിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഒരു പാലത്തിനടുത്ത് കൊണ്ടുപോയി കാർ നിർത്തിയിട്ട് ഓ ഷിറ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് സ്പൈ ഗ്ലാസിനടുത്ത് പറയുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് ഒരു കാർ വന്ന് ഒരു ഒറ്റ ഇടിക്കും. അങ്ങനെ ബ്ലോണ്ടയും സ്പൈ ഗ്ലാസും ഉൾപ്പെടുന്ന കാറ് വെള്ളത്തിലേക്ക് വീഴുകയാണ്. അങ്ങനെ കാറ് വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുന്നു. സ്പൈ ഗ്ലാസിന്റെ കാല് കാറിനകത്ത് ജാം ആയത് കാരണം അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ബ്ലോണ്ടെ ഒരുപാട് ശ്രമിക്കുമെങ്കിലും രക്ഷപ്പെടുത്താനും കഴിയുന്നില്ല. അങ്ങനെ അയാൾ അതിനകത്തിരുന്ന് മരിക്കുകയും ബ്ലോണ്ടെ എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു.
ഇവിടെ ഇന്റർവ്യൂ റൂമിലാണെങ്കിൽ അവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന കാസറ്റ് ഫുള്ളാവുന്നു. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഇന്റർവ്യൂ റൂമിൽ ഉണ്ടായിരുന്ന കുരുത്തം കെട്ട CA-കാരൻ ഒരു സാൻഡ്വിച്ചും കടിച്ച് തിന്നിട്ട് നിനക്കൊരു കഷ്ണം വേണമെന്ന് ബ്ലോണ്ടയോട് ചോദിക്കും. എന്തായാലും കാസറ്റ് ഒക്കെ ശരിയാക്കിയിട്ട് വീണ്ടും ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ബ്ലോണ്ടെ ഈ MI6ന്റെ അടുത്ത് പറയും, ഞാൻ ബെർലിനിൽ എത്തുന്നതിന് മുമ്പേ, ആ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പേ എന്നെ കുറിച്ചുള്ള വിവരങ്ങൾ KGB-കാർക്ക് കിട്ടിയിരുന്നു. നിങ്ങൾക്കത് അറിയുകയും ചെയ്യായിരുന്നു. നിങ്ങൾക്ക് പേഴ്സിവലിനെ ഓൾറെഡി ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്നെ യൂസ് ചെയ്യായിരുന്നില്ല തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ആ കാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ബ്ലോണ്ടെ തണുത്തു നനഞ്ഞ് മറ്റേ ആ ചെക്കൻ അവളെ കണ്ടെത്തുകയും അവളുടെ ആവശ്യപ്രകാരം അറ്റ കൈക്ക് അവനൊരു ഗവൺമെന്റ് അംബാസഡറിന്റെ ഫേക്ക് ഐഡിയും കാറും ഒപ്പിച്ച് അവളെ ഈസ്റ്റ് ബെർലിനിൽ നിന്നും വെസ്റ്റ് ബെർലിനിലേക്ക് കടത്തുകയാണ്. അതേസമയം നമ്മുടെ പേഴ്സിവലും മറ്റേ ആ CA വക്താവും കൊല്ലപ്പെട്ട സ്പൈഗ്ലാസിന്റെ ഭാര്യയും മകളെയും സന്ദർശിക്കുന്ന സമയത്ത് അവർ തമ്മിൽ നടക്കുന്ന സംസാരത്തിൽ നിന്ന് ബ്ലോണ്ടെ മരിച്ചിട്ടില്ല എന്ന് പേഴ്സിവലിന് മനസ്സിലാവുന്നു. അപ്പൊ ആ ഒരു ഞെട്ടൽ മറച്ചു വെക്കാൻ വേണ്ടി പേഴ്സിവൽ CA-കാരന്റെ അടുത്ത് പറയും, ഒരിക്കലും ഒരു ഇറ്റാലിയൻ സുന്ദരി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേഴ്സിവൽ യു കാൻറ്റ് അൺഫക്ക് വാട്ട് ഹാസ് ബീൻ ഫക്ക്. അതായത് ചുരുക്കി പറഞ്ഞാൽ പെട്ടത് പെട്ടു, ഇനിയിപ്പോ കുളിച്ച് കയറുക എന്നുള്ളത് നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങളാണ് എപ്പോഴും ഈ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതെന്നും പറഞ്ഞ് പേഴ്സിവൽ അവിടുന്ന് പോകും. അവിടുന്ന് കട്ടായാൽ അടുത്ത സീനിൽ ബ്ലോണ്ടെ അവളുടെ റൂമിൽ തിരിച്ചെത്തി അവളുടെ റൂം മുഴുവൻ അരിച്ചു പിറക്കുകയാണ്. എന്തെങ്കിലും റെക്കോർഡിംഗ് ഡിവൈസോ ഇവളെ നിരീക്ഷിക്കുന്ന എന്തെങ്കിലും ഡിവൈസ് അവിടെ ഉണ്ടോ എന്നുള്ളത് അവൾ എന്തെങ്കിലും ബഗ്ഗിന് വേണ്ടിയിട്ട് അരിച്ചു പിറക്കുന്നുണ്ട് റൂം. അങ്ങനെ ഒന്നും കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് അവൾ മുമ്പ് പേഴ്സിവലിനെ അയാൾ താമസിക്കുന്നിടത്ത് കാണാൻ പോയ ദിവസത്തെക്കുറിച്ച് ഓർക്കും. അന്ന് പേഴ്സിവൽ ആതിഥ്യ മര്യാദയുടെ ഭാഗമായിട്ട് അവളുടെ കോട്ട് ഊരി മേടിച്ചിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ അവളുടെ ആ കോട്ട് എടുത്ത് പരിശോധിക്കും. അങ്ങനെ ആ കോട്ടിന്റെ കോളറിൽ നിന്ന് അവൾക്ക് ഒരു റെക്കോർഡിംഗ് ഡിവൈസ് കിട്ടുന്നു. അപ്പൊ അതുപയോഗിച്ചാണ് പേഴ്സിവൽ ഇവളുടെ വിവരങ്ങൾ ചോർത്തിയിരുന്നത് എന്നുള്ളത് അവൾക്ക് മനസ്സിലാവുന്നു. അതേസമയം TV-യിൽ ബെർലിൻ വാളിനെതിരെയുള്ള പ്രതിഷേധവും അത് തകർക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകളും നിറഞ്ഞോടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് ബ്ലോണ്ടയെ കുറിച്ച് കുറച്ച് ദിവസമായിട്ട് വിവരമൊന്നും ഇല്ലാത്തതിൽ വറീഡായിട്ട് മറ്റേ ആ ഫ്രഞ്ച് ഏജന്റ് അവളെ കാണാൻ വേണ്ടി റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ബ്ലോണ്ടെ അവളോട്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എത്രയും പെട്ടെന്ന് നീ ബെർലിൻ വിടാൻ നോക്കിക്കോ. പേഴ്സിവൽ നമ്മളെ രണ്ടുപേരെയും ചതിക്കായിരുന്നു. അതുകൊണ്ട് കഴിയുന്നതും വേഗം നീ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാൻ നോക്കെന്ന് പറഞ്ഞിട്ട് ബ്ലോണ്ടെ അവിടുന്ന് പോവാണ്. അവിടെ നിന്ന് തിരിച്ച് തന്റെ ഫ്ലാറ്റിലേക്ക് പോയ ആ ഫ്രഞ്ച് ഏജന്റ് പേഴ്സിവലിനെ ഫോൺ ചെയ്തിട്ട്, നീ എന്നെ ചതിക്കായിരുന്നല്ലേ എന്ന് പറയും. അപ്പൊ പേഴ്സിവൽ അവളോട് പറയും, നീ ആരോടൊപ്പമാണ് ഈ കളിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാണെന്ന് പറയും. അപ്പൊ അവൾ പറയും, എനിക്ക് നിന്റെ രഹസ്യങ്ങളൊക്കെ അറിയാം പേഴ്സിവലെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യും. അവിടുന്ന് കട്ടായാൽ അടുത്ത സീനിൽ ബ്ലോണ്ടെ പേഴ്സിവലിന്റെ താമസ സ്ഥലത്തേക്ക് പോയി നോക്കുകയാണ്. പക്ഷെ അവനെ അവിടെ കാണുന്നില്ല. പകരം ബ്ലോണ്ടയും ആ ഫ്രഞ്ച് ഏജന്റും തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഓഡിയോ ക്ലിപ്സ് പേഴ്സിവൽ റെക്കോർഡ് ചെയ്തത് അവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ പേഴ്സിവലിന്റെ അടുത്ത ലക്ഷ്യം ആ ഫ്രഞ്ച് ഏജന്റ് ആണെന്ന് മനസ്സിലാക്കിയ ബ്ലോണ്ടെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അതേസമയം ആ ഫ്രഞ്ച് ഏജന്റ് ബ്ലോണ്ടയുടെ പേരിൽ അവൾക്കൊരു എൻവലപ്പ് തയ്യാറാക്കി വെച്ചിട്ട് ബ്ലോണ്ടെ പറഞ്ഞതുപോലെ ബെർലിൻ വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനിടയിൽ മുഖംമൂടി ധരിച്ച ഒരാൾ അവളെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ആ വെപ്രാളത്തിൽ അവൾ അയാളുടെ മുഖംമൂടി വലിച്ചു വരുമ്പോൾ അത് പേഴ്സിവൽ ആയിരുന്നു. അങ്ങനെ അവൾ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. കയ്യിൽ കിട്ടിയ ഒരു കത്തിയെടുത്ത് അവൾ അവനെ കുത്തും. അവൻ അവളെ കയ്യിൽ കിട്ടിയ ഒരു ടെലിഫോൺ ഉപയോഗിച്ച് അടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു. ആ സമയത്ത് ബ്ലോണ്ടെ അവിടെ എത്തി ഫ്ലാറ്റിന് താഴെ നിന്ന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന പേഴ്സിവൽ വേദന വകവെക്കാതെ പെട്ടെന്ന് തന്നെ വന്ന് ആ ഫ്രഞ്ച് ഏജന്റിനെ വീണ്ടും കഴുത്തിനെരിച്ച് കൊന്നിട്ട് ബ്ലോണ്ടെ വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ ബ്ലോണ്ടെ അവിടെ എത്തി നോക്കുമ്പോൾ ആ ഫ്രഞ്ച് ഏജന്റ് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അവൾക്ക് ആകെ വിഷമമാകുന്നു. അവള് കുറച്ചു നേരം അവിടെ വിഷമിച്ചിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ആ സമയം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ബെർലിൻ മതിൽ തകർക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ബ്ലോണ്ടെ കുറച്ചു നേരം അവിടെ വിഷമിച്ചിരുന്നതിന് ശേഷം ആ അപ്പാർട്ട്മെന്റിലൂടെ നടന്നു നോക്കുമ്പോൾ നേരത്തെ ആ ഫ്രഞ്ച് ഏജന്റ് മരിക്കുന്നതിന് മുമ്പ് ഈ ബ്ലോണ്ടേക്കായി തയ്യാറാക്കി വെച്ചിരുന്ന ഒരു എൻവലപ്പ് അവൾക്ക് ലഭിക്കുന്നു. അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ പേഴ്സിവലും KGB-യുടെ ബ്രൊമോവിച്ചും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിംഗിന്റെ ഫോട്ടോസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പൊ ആ ഫ്രഞ്ച് ഏജന്റ് പേഴ്സിവലിനെയും ഫോളോ ചെയ്തിരുന്നു. പുറത്ത് ബെർലിൻ നഗരത്തിൽ മുഴുവൻ ആളും ബഹളവുമാണ്. ബെർലിൻ മതിൽ തകർക്കപ്പെടുന്നതിന്റെ ആഘോഷമാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ പേഴ്സിവൽ അവന്റെ താമസ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി നേരത്തെ ആ ഫ്രഞ്ച് ഏജന്റുമായി നടന്ന സംഘടനത്തിലുണ്ടായിട്ടുള്ള മുറിവുകളൊക്കെ വെച്ച് കെട്ടി അവൻ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളും അവനുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും തീ വെച്ച് നശിപ്പിച്ച് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം ഒരു ബാഗിലെടുത്ത് ബെർലിൻ മതിൽ തകർക്കപ്പെടുന്നതിൽ ആഘോഷിക്കുന്ന ആളുകൾക്കിടയിലൂടെ നടന്നു നീങ്ങുകയാണ്. അവൻ ബെർലിൻ വിടാനുള്ള പരിപാടിയാണ്. അതിനായി എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി കാറിൽ കയറാൻ നോക്കുമ്പോൾ കാറിന്റെ ടയറിൽ ആരോ കത്തി കുത്തി പഞ്ചറാക്കി വെച്ചിരിക്കുന്നതായി അവൻ ശ്രദ്ധിക്കുന്നു. ആ സമയത്ത് അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ബ്ലോണ്ടെ അവനെ വെടിവെക്കുന്നതിന് മുമ്പ് അവൻ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം, ഐ ഫക്കിംഗ് ലവ് ബെർലിൻ എന്നാണ്. എന്നിട്ട് അവൻ അവന്റെ തോക്കെടുക്കാൻ
കഴിയുന്നതിന് മുമ്പ് ബ്ലോണ്ടെ അവനെ വെടിവെച്ചിടുന്നു. എന്നിട്ട് അവൾ പതുക്കെ പെർസിവലിന്റെ അടുത്ത് വന്നിട്ട് നീ അവളെ കൊല്ലേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നു. ആ ഫ്രഞ്ച് ഏജന്റിന്റെ കാര്യമാണ് ബ്ലോണ്ടെ ഉദ്ദേശിച്ചത്. അപ്പൊ പെർസിവല് വേദന കൊണ്ട് ഇടറുന്ന ശബ്ദത്തില് ഹോ നീ ഈ ചെയ്തു കൂട്ടിയതിനെല്ലാം ഒടുക്കം ഇപ്പൊ എവിടുന്നാ നിനക്കൊരു മനുഷ്യത്വ ബോധമൊക്കെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ബ്ലോണ്ടെ അവനോട് നീ ബ്രമോവിച്ചിന് എന്നെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തില്ലേ, നിനക്കെന്നെ കൊല്ലാൻ പേടിയുള്ളത് കൊണ്ടായിരുന്നല്ലോ നീ KGBക്ക് അതിനുള്ള കൊട്ടേഷൻ കൊടുത്തതെന്ന് അവന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ പെർസിവല് ആ KGB തെണ്ടികൾ അവരുടെ പണി മര്യാദക്ക് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോ ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഹാൻഡ് ജോബ് എടുക്കാൻ പോകുന്ന തിരക്കിലായിരുന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ വേദനയിലും ചെറു പുഞ്ചിരിയോടെ അവൻ തുടർന്ന് പറയും, ഞാൻ ആ ലിസ്റ്റ് വായിച്ചിരുന്നിട്ടോ ലൊറൈൻ, നീ ഒരു ഒന്നൊന്നര തന്നെയാണ് കേട്ടോ എന്ന് അവൻ പറയുന്നു. അപ്പൊ ബ്ലോണ്ടെ ആ ലിസ്റ്റ് എവിടെയെന്ന് ചോദിക്കും അവനോട്. അപ്പൊ പെർസിവൽ പറയും അത് എന്റെ അടുത്തൊന്നുമില്ല, അതിപ്പോ MI6ന്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരിക്കും എന്ന് പറയും. അപ്പൊ ബ്ലോണ്ടെ അവന്റെ വെടിയേറ്റ മുറിവില് ചവിട്ടി പിടിച്ച് അവന്റെ കയ്യിൽ നിന്ന് ആ വാച്ച് ഊരിയെടുക്കും. എന്നിട്ട് ബ്ലോണ്ടെ അവനോട് ഈ അവസാന നിമിഷത്തിലും എന്തിനാണ് വെറുതെ നീ നുണ പറയാൻ നിൽക്കുന്നത് കൊംറേഡ് സാച്ചൽ എന്ന് വിളിച്ചുകൊണ്ട് അവനോട് പറയും. അപ്പൊ പെർസിവൽ ഞെട്ടിക്കൊണ്ട് ഓ അപ്പൊ നീ അങ്ങനെയാണോ കളിക്കാൻ പോകുന്നത് എന്ന് അവളോട് ചോദിക്കും. അപ്പൊ ബ്ലോണ്ടെ പെർസിവൽ മുമ്പ് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മാക്കവലി കോട്ടായിട്ടുള്ള ഇറ്റ്സ് എ ഡബിൾ പ്ലഷർ ടു ഡിസീവ് ദ ഡിസീവർ എന്ന് പറഞ്ഞിട്ട് അവനെ തലക്ക് വെടിവെച്ച് കൊന്നിട്ട് അവിടുന്ന് പോവാണ്. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ബ്ലോണ്ടയെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്ന MI6ന്റെ വക്താവ് അടുത്ത് ചോദിക്കും, എന്ത് നീ ഡേവിഡ് പെർസിവലിനെ കൊന്നുന്നോ? നമ്മുടെ MI6ന്റെ മുതിർന്ന ഒരു ഏജന്റാണ് പെർസിവൽ. അങ്ങനെ ഒരാളെ കൊന്നിട്ട് അതിനുള്ള കാരണമായി നിന്റെ ഈ വാചകവടി മാത്രം പോരാ എക്സ്പ്ലനേഷൻ ആയിട്ട്, അയാൾക്കെതിരായിട്ടുള്ള കൃത്യമായ തെളിവുകൾ വേണം എന്ന് പറയും. ആ സമയത്ത് ബ്ലോണ്ടെ പറയും, നിങ്ങളെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ തലവേദനയായിട്ടുള്ള സാച്ചൽ എന്ന് പറയുന്ന ഒറ്റുകാരനെ ഞാൻ പുറത്തു കൊണ്ടുവരികയും അയാൾക്ക് അയാൾ അർഹിക്കുന്ന ശിക്ഷ നൽകുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അവൾ മുമ്പ് അവളുടെ ശരീരത്തിൽ വെച്ച് റെക്കോർഡ് ചെയ്തിരുന്ന ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ ഉണ്ട്. അതിൽ ഈ പെർസിവലിന്റെ വോയിസ് ക്ലിപ്പും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ ചാരസംഘടനയായിട്ടുള്ള KGBയുടെ ബ്രമോവിച്ചിന്റെ വോയിസ് ക്ലിപ്പൊക്കെ ഉണ്ട്. അതൊക്കെ കൂടി മിക്സ് ചെയ്ത് പെർസിവലാണ് ഈ സാച്ചൽ എന്ന് പറയുന്ന രീതിയിൽ അവരുടെ ഡയലോഗ്സ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ആ ടേപ്പ് ഇവർക്ക് കേൾപ്പിച്ചു കൊടുക്കും. എന്ന് മാത്രമല്ല ആ ഫ്രഞ്ച് ഏജന്റ് എടുത്തിട്ടുള്ള ബ്രമോവിച്ചിനോടൊപ്പം നിൽക്കുന്ന പെർസിവലിന്റെ ഫോട്ടോസും തെളിവായിട്ട് ഇവർക്ക് കൊടുക്കുന്നു. അപ്പൊ ഇന്റർവ്യൂ നടത്തുന്നവർ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അന്തം വിട്ടിരിക്കും. അവസാനം അവളടുത്ത് ചോദിക്കും, ആ ലിസ്റ്റ് എങ്കിലും എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ആ ലിസ്റ്റ് എനിക്ക് അറിയില്ല, എന്റെ അടുത്ത് കിട്ടിയില്ല എന്ന് പറയും. അതോടുകൂടി ആ ഇന്റർവ്യൂ അവിടെ അവസാനിക്കും. അങ്ങനെ ഇത് വലിയൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ എത്തുന്നു. ഈ മിഷനെ കുറിച്ച് തന്നെ പുറത്തൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി മാറും. അതുകൊണ്ട് തന്നെ ഗ്ലാസിന്റെ ഇപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്ന സി എന്ന് പറയുന്ന MI6ന്റെ ടോപ്പ് ഓഫീസർ വന്നിട്ട് പറയും, ഇങ്ങനെ ഒരു മിഷൻ തന്നെ ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ഒരു കോൺവെർസേഷൻ തന്നെ നടന്നിട്ടില്ല. പിന്നെ ബ്ലോണ്ടെ ഇങ്ങനെ സ്റ്റൈലായിട്ട് സിഗരറ്റ് വലിച്ചിരിക്കുന്നുണ്ട്. അവിടെ ഈ കഥ അവസാനിച്ചു എന്ന് വിചാരിക്കണ്ട. 3 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പാരീസിൽ ഒരു ലക്ഷൂറിയസ് ഹോട്ടലിൽ KGBയുടെ ബ്രമോവിച്ച് നമ്മുടെ ബ്ലോണ്ടയെ വെൽക്കം കൊംറേഡ് സാച്ചൽ എന്ന് പറഞ്ഞിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലം ബ്രിട്ടീഷ്, അമേരിക്കൻ, ഫ്രഞ്ച് ഗവൺമെന്റുകൾ തേടിക്കൊണ്ടിരുന്ന സാച്ചൽ എന്ന് വിളിപ്പേരുള്ള സോവിയറ്റ് യൂണിയന് വേണ്ടി ചാരപ്പണി നടത്തുന്ന MI6ന്റെ ഡബിൾ ഏജന്റ് നമ്മുടെ ബ്ലോണ്ടെ ആയിരുന്നു. അങ്ങനെ ബ്രമോവിച്ച് അവളെ സൽക്കരിച്ചിരുത്തുന്നു. എന്നിട്ട് ലിസ്റ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ബ്ലോണ്ടെ അയാൾക്ക് വാച്ച് എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് ഇന്ന് രാത്രി നമുക്ക് ആഘോഷിക്കണ്ടേ എന്നൊക്കെ ബ്ലോണ്ടെ അവന്റെ അടുത്ത് പറയുന്നു. അപ്പൊ അയാൾ പറയും, നീ ആരാണ് യഥാർത്ഥത്തിൽ നിന്ന് പെർസിവൽ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്ന് പറയും. അതേസമയം തന്നെ റൂമിലേക്ക് കുറച്ച് ആളുകൾ കയറി വരുന്നു. അങ്ങനെ ബ്രമോവിച്ച് പോയിട്ട് ആ വാച്ച് പരിശോധിക്കുന്ന സമയത്ത് ലിസ്റ്റ് അടങ്ങുന്ന യഥാർത്ഥ വാച്ച് അല്ല, അത് ഫേക്ക് ആണെന്ന് മനസ്സിലാവുന്നു. അതേസമയം നേരത്തെ റൂമിലേക്ക് വന്ന ആളുകൾ ബ്ലോണ്ടയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവിടെ വെച്ച ഒരു കിഡിലൻ സഡൻ ഫൈറ്റിലൂടെ ബ്ലോണ്ടെ ഇവരെല്ലാവരെയും കൊന്നുകളയാണ് ചെയ്യുന്നത്. അവസാനം ഉണ്ടായിരുന്ന ബ്രമോവിച്ചിനെയും അവന്റെ കഴുത്തിലേക്ക് വെടിവെച്ചിട്ട് അവന്റെ അടുത്ത് പറയും, നീ എന്താ വിചാരിച്ച് ഞാൻ നിനക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നോ? യഥാർത്ഥത്തിൽ നീ എനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ നിന്റെ ആളാണെന്ന് പറഞ്ഞ് നീ എനിക്ക് നൽകിയ ഓരോ ഇൻഫർമേഷനും നിന്റെ തലയോട്ടിയിലേക്കുള്ള ഓരോ ബുള്ളറ്റുകളായിരുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റൈലായിട്ട് അവിടെ ഉണ്ടായിരുന്ന മദ്യം എടുത്ത് കുടിച്ച് അവൾ പുറത്തേക്ക് പോന്നു. അങ്ങനെ മുമ്പ് ഈസ്റ്റ് ജർമ്മനിയിൽ ഇവളെ സഹായിക്കാൻ വന്ന ആ ഒരു ചെക്കനാണ് ഈ ഒരു മിഷന് ഇവളെ സഹായിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ ബ്ലോണ്ടെ എന്ന് പറയുന്നത് ഇത്രയും നേരം വിചാരിച്ചിരുന്ന പോലത്തെ ഒരാളല്ല. അവൾ ഡബിൾ ഏജന്റ് അല്ല, അവൾ വേറെന്താണ്. കുറച്ചുകൂടി മുന്നോട്ട് പോവാം. അവൾ അവിടുന്ന് ആ ഹോട്ടലിൽ നിന്ന് നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. ബ്ലോണ്ടെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് ബെർലിനിൽ വെച്ച് കണ്ട ആ വാച്ച് മേക്കറാണ്.
അപ്പോൾ അയാളും ബ്ലോണ്ടയുടെ ആളായിരുന്നു. സോ ബ്ലോണ്ടെ ആരാണ്? അവിടെ നിർത്തിയിട്ടുള്ള ഒരു ചാർട്ടേഡ് വിമാനത്തിൽ അവൾ കയറിയിരിക്കുമ്പോൾ അവിടെ അവളെ കാത്തിരുന്നത് അമേരിക്കയുടെ CIA വക്താവായിട്ടുള്ള കേർട്സ്ഫീൽഡ് ആണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയ ബ്ലോണ്ടെ യഥാർത്ഥ ലിസ്റ്റ് അടങ്ങുന്ന ആ വാച്ച് ഈ CIA വക്താവിന് കൊടുക്കുന്നു. അതായത് ബ്ലോണ്ടെ ഒരു ഡബിൾ ഏജന്റ് അല്ല, അവൾ ഒരു ട്രിപ്പിൾ ഏജന്റ് ആണ്. അമേരിക്കയുടെ ഏജന്റ് ആയിട്ടുള്ള ബ്ലോണ്ടെ ബ്രിട്ടീഷ് സോവിയറ്റ് ഏജൻസികൾക്കിടയിലും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ കഥ. അങ്ങനെ അവർ നേരെ അമേരിക്കയിലേക്ക് പറക്കുന്നു. അതോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയും ചെയ്യുന്നു.